നല്ലൊരു Q&A വീഡിയോയിലോട്ട് സ്വാഗതം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും എത്തിലുള്ള ഇതൊക്കെ എടുക്കാൻ നിൽക്കുമ്പോൾ ആകെപ്പാടെ ഒരു ഫാൻ ഇടാത്തതുകൊണ്ട് നല്ല ചൂടുണ്ട്. പിന്നെ ഒരു വെപ്രാളം പ്രവേശിച്ചു. എന്താണെന്നറിയില്ല, എന്താ ചെയ്യേണ്ടത്, എന്താ പറയണ്ടേന്നൊന്നും. നമ്മൾ ഒരു Q&A വീഡിയോ ഓൾറെഡി എടുത്തു, പക്ഷെ അത് ഞങ്ങൾക്ക് സെറ്റ് ആവുന്നില്ല. ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെയാ എടുക്കേണ്ടതൊക്കെ. വാർത്ത വാങ്ങിയിരിക്കും ഇരിക്കുന്ന പോലെ അലമ്പായിട്ട് ഞങ്ങളത് നിർത്തി വെച്ച് അതിന്റെ ഇടയ്ക്ക് എനിക്ക് പനിയൊക്കെ വന്ന്. അപ്പൊ നമ്മുടെ Q&Aയിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഞാൻ നാൻസി. ഞാൻ നൈസി. പലർക്കും സംശയമുണ്ട് നാൻസി എന്നാണ് ഈ ഷോർട്സിൽ മുഴുവൻ ഇങ്ങനെ ഉച്ചരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ചാനലിന്റെ പേര് നൈസി. നാൻസിയെ തന്നെയാണോ നാൻസിനെ വിളിക്കുന്നതെന്ന് പലർക്കും സംശയമുണ്ട് കേട്ടോ. അത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും കാര്യമൊക്കെ കത്തിയിട്ടുണ്ട്. എന്നാലും അറിയാൻ മേലാത്തവർക്കായിട്ട് പറയുവാണ്, ഇവൾ നാൻസി എന്റെ അനിയത്തി, ഞാൻ നൈസി ഇവളുടെ ചേച്ചി. അപ്പൊ പിന്നെ നൈസി മാരീഡ് ആണ്, ഇവൾ മാരീഡ് അല്ല. പിന്നെന്താ സംശയം? പിന്നെ ജെയ്സൺ ആരാന്ന് ഒരുപാട് അവർക്ക് സംശയമുണ്ട്. ജെയ്സൺ എന്റെ ഹസ്ബൻഡ് ആണ്. പിന്നെ ഞങ്ങൾ എന്താണ് ഇവിടെ? കാരണം ജെയ്സനെയും കൂടി കാണാൻ നേരത്തെ എല്ലാവർക്കും സംശയമുണ്ട്. ഇവളും ജെയ്സനും ആണ് ആങ്ങളെയും പെങ്ങളും, ഞാൻ നാത്തൂനാണെന്ന് പലർക്കും സംശയമുണ്ട്. പക്ഷെ അല്ല, ഞങ്ങൾ രണ്ടുപേരുമാണ് ചേച്ചിയും അനിയത്തിയും. പിന്നെ ഇവിടെ നിൽക്കാൻ കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പം അതിന് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങും നിൽക്കുകയില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് പറയാം. കല്യാണത്തിന് മുന്നേ ജേസൺ ഖത്തറിലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് അത് മാത്രമല്ല, ജേസൺ ഒരു ബാഡ്മിന്റൺ പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ വീട്ടിലല്ല നിന്നേക്കുന്നത്. തറവാട് വീട് ഇവിടെ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ് തറവാട് വീടുണ്ട്. അവിടെ 3 മക്കളുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ 4ാമത്തെ പുത്രനായിട്ട് അവരുടെ കൂടെ നിന്നാണ് വളർന്നേക്കുന്നത്. അപ്പൊ അവര് എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടുകുടുംബമായിട്ട് താമസിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജേസനൊക്കെ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ നേരത്തെ അവരങ്ങോട്ട് മാറി, വേറൊരു ഇച്ചിരി കൂടി ഉൾപ്രദേശത്തോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്ക് ഈ ബാഡ്മിന്റൺ കളി ആയതുകൊണ്ട് തന്നെ പാതിരാത്രി 10 വെളുപ്പിന് അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. ഇവര് കളിക്കാനൊക്കെ പോയിട്ട് വെളുപ്പാങ്കാലമൊക്കെ ആയിരിക്കും ബസ്സിനൊക്കെ കയറി വരുന്നത്. വണ്ടിയൊന്നും ഇല്ലല്ലോ, കുഞ്ഞു പിള്ളേരല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി ടൗണിനടുത്താണ് വീട്. നമ്മുടെ വീടും ജേസന്റെ തറവാടൊക്കെ ടൗണിനടുത്താണ്. അപ്പൊ ടൗണിനടുത്ത് നിൽക്കുന്നതല്ലേ സുഖം. അതുകൊണ്ട് പുള്ളിയുടെ തറവാട്ടിലാണ് നിന്നുകൊണ്ടിരുന്നത്. പിന്നെ കല്യാണത്തോടനുബന്ധിച്ചാണ് പുള്ളി സ്വന്തം വീട്ടിലോട്ട് പോയത്. സ്വന്തം വീട്ടിലോട്ട് പോയി അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഛർദിലെന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്ത ഛർദിലാണ്. അങ്ങനെ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങി. പിന്നെ ജേസൻ ഈ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ട്. പുള്ളിക്കും സൗകര്യം ഇവിടെ നിൽക്കുന്നതാണ് സൗകര്യം. കാരണം പോകാനും വരാനും ഒക്കെ എളുപ്പം ഇതാണ്, ജോലിക്കൊക്കെ പോകാനും. പിന്നെ രാത്രിയൊന്നോ ആ സമയത്ത് കല്യാണം സമയത്തൊക്കെ എപ്പോഴും പാതിരാത്രി ഈ ബാഡ്മിന്റൺ കളിയാണെങ്കിലും അതിനെ സംബന്ധിക്കുന്ന കോർട്ടിന്റെ വർക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. അതൊക്കെ ഈ പാതിരാത്രി ഇവർ പോയി ചെയ്യുന്നത്. എന്നിട്ട് ഏതൊക്കെയോ നേരത്തായിരിക്കും കയറി വരുന്നത്. ചിലപ്പോൾ പോയാൽ 2-3 ദിവസത്തേക്കൊന്നും വരില്ല. പാലക്കാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ സൗകര്യത്തിന് ഇവിടെ നിന്നതാണ്. അവിടെ ഉൾപ്രദേശമാണ്. ഒരു ദിവസം 2 ബസ്സാ 3 ബസ്സാ കണ്ടേ ഉള്ളൂ. അങ്ങനെ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നേക്കണതാണ്. പിന്നെ പോകെ പിന്നെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ഉണ്ടായ ശേഷം കുറച്ച് നാൾ ദുബായിക്ക് പോയായിരുന്നു. അവിടെ നിന്ന് പുള്ളി ഭയങ്കര ഹോം സിക്നെസ് ആണ്. പുള്ളിക്ക് ഭയങ്കരമായിട്ട് വീട്ടുകാരുടെ കൂടെയൊക്കെ നിൽക്കണമെന്നുള്ളൊരു താല്പര്യമുള്ളതുകൊണ്ട് പുള്ളി തിരിച്ചു പോകുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പുള്ളി കുറച്ച് നാൾ ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ താമസിച്ചു. തൃപ്പൂണിത്തുറയിൽ വാടകയ്ക്ക്. കാരണം അവിടെയാണ് ജേസൺ കോച്ചിങ്, ഇപ്പം ബാഡ്മിന്റൺ കോച്ചിങ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് പഠിപ്പിക്കുന്നത്. അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് ഇവിടെ പോയി വരാൻ പാടാണല്ലോ, ട്രാവലിങ് പാടായതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് എനിക്കൊരു ചേഞ്ച് ആകുമല്ലോ, ഞാൻ ഇവിടെ തന്നെ അല്ലേ നിൽക്കുന്നേ. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറയ്ക്ക് പോയതാണ് താമസിക്കാനായിട്ട്. അവിടെ പോയ സമയത്താണ് ഈ യൂട്യൂബ് ചാനലിന്റെ ഉദയം. ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ നമുക്ക് തുടങ്ങാം. നമ്മൾ ഉദ്ദേശിച്ചത് ഫണ്ണി വീഡിയോസ് ഒക്കെ, ചാലഞ്ച് ഒക്കെ ഉണ്ടല്ലോ, ഐസ്ക്രീം തിന്നുന്നത്, റൊട്ടി തിന്നുന്നത്, അതൊക്കെയാണ് യൂട്യൂബ് ചാനലുകൾ ഉണ്ടല്ലോ. അത് കാണുമ്പോൾ ഇൻസ്പിറേഷൻ കയറും. ഞങ്ങൾക്ക് അതുപോലെ വേണം. ഇന്ന് തന്നെ നമുക്ക് ഐസ്ക്രീം തീറ്റ മത്സരം എടുക്കാം. ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബിന്. വെറുതെ കുട്ടിനെ പീര ചേർക്കണ പോലെ മോട്ടിവേഷൻ ഒരു ആളെ കണ്ടില്ലെങ്കിലും അമ്മ കാണും. ഇവിടെ ഞാൻ കണ്ടോളാം, നിങ്ങൾ തുടങ്ങും. ഭയങ്കര താല്പര്യമാണ് അമ്മയ്ക്ക്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ. മനസ്സിലായല്ലോ, കീ കൊടുത്തിട്ട പാവയാ, തുറന്നു വെച്ചിട്ട് അടയ്ക്കാൻ കുറച്ച് പാടാ. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. യൂട്യൂബിൽ വീഡിയോസ് ആൻഡ് വ്ളോഗ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ആരാണ്? ഇതിനുള്ള ഉത്തരം നമ്മൾ ഈ സംസാരത്തിനിടക്ക് പറഞ്ഞിരുന്നത്. നൈസിയാണ് പ്ലാൻ ചെയ്തത്. അതിന്റെ ഉത്തരം പറഞ്ഞു. അതെ, ഞാനാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ പറഞ്ഞു വരുന്നത്, ജേസൺ ബാഡ്മിന്റൺ പ്ലെയർ ആണല്ലോ. പുള്ളിക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു. അവരുടെ ഫ്രണ്ട്സിനൊക്കെ ബാഡ്മിന്റൺ അനുബന്ധിച്ച് ചാനലുണ്ട്. അതായത് എവിടെയെങ്കിലും കളി നടക്കുമ്പോൾ ഇവരും കളിക്കാനായിട്ട് പോകുമല്ലോ. അപ്പൊ എല്ലാവരുടെ കളിയും ഒരു ഫോൺ എടുത്ത് വീഡിയോ എടുക്കുക, എന്നിട്ട് അത് എഡിറ്റ് ചെയ്ത്
അവിടെ കളി നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇടുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുവാണേ, മോണിറ്റൈസേഷൻ ആയിട്ടാണ് ഡോളർ ഇങ്ങോട്ട് വരും, മറ്റേതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇൻസ്പിറേഷൻ കയറിയപ്പോ ജയ്സൺ ആഹാ എന്ന് എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ചാനൽ തുടങ്ങി പുള്ളി എഡിറ്റ് ചെയ്യാനൊക്കെ പഠിച്ച്. എഡിറ്റിംഗ് എന്ന് വെച്ചാൽ വെറും ബേസിക് എഡിറ്റിംഗ് മാത്രമേ ഉള്ളൂ, നമ്മൾ വലിയ വലിയ എഡിറ്റിംഗ് ഒന്നും ചെയ്യാറില്ല. എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി 24 മണിക്കൂറും ആ ചാനലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ജോലി ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ കുത്തല്, എഡിറ്റിംഗ് എഡിറ്റിംഗ് ആണ്. എന്നിട്ട് വീഡിയോ ഇടുന്നു, ആരും കാണുന്നില്ല, 300, 400, 600 പേരൊക്കെ കാണുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ കളിയാക്കും, എന്തിനാണ് ഇത് ഇടുന്നത്, അങ്ങനെയൊക്കെ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഈ പുള്ളി 7 നേരം ഇതേ ശരണം കരുതി ഇരിക്കുവാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഡിമോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാന പരിപാടി. അങ്ങനെ പറയുമ്പോൾ ജയ്സൺ താല്പര്യമൊക്കെ പോയി. പിന്നെ സംഭവിച്ചത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ആ ഫ്രണ്ട്സ് നേരത്തെ ഒരാൾ ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, അവരെല്ലാരും കൂടി ഒരുമിച്ച് ഒറ്റ ചാനലാക്കി, ഒറ്റ യൂട്യൂബ് ചാനലാക്കി കഴിഞ്ഞപ്പോൾ ജയ്സന് സമാധാനമായി. വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല, ആരും കാണില്ല, എന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചോളാന്ന് കരുതി അവരൊരുമിച്ച് ഒറ്റ ചാനലായ സമയത്ത് എനിക്ക് തോന്നി, ഞാൻ ആ സമയത്ത് തൃപ്പൂണിത്തുറയിൽ കൊച്ചുണ്ട്, കൊച്ചിനെ കാര്യം പറയണ്ട, അവള് 3 വയസ്സായിട്ടുണ്ട്. ഉറക്കം എന്ന് പറയുന്ന സാധനം ഇല്ല, മനുഷ്യനെ ഉറക്കിയല്ല, ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. എനിക്ക് പിച്ച്, ഡിപ്രഷൻ ഒന്നും പറയണ്ട, ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമായിട്ടാണ് ആ അവസ്ഥ. എന്നാൽ അനുകൂലം കൂടി അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഭ്രാന്ത് പിടിച്ചു പോയാന്. അവൾ ഉറക്കില്ല കേട്ടോ, എന്നിട്ട് അവൾ ഉറങ്ങേണ്ട നേരത്ത് അവൾ ഉറങ്ങും. പക്ഷെ നമുക്ക് ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഉറക്കത്തിന്റെ ഫ്ലോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഉറക്കമില്ലാണ്ട് ഇങ്ങനെ ഇന്ന് ഉറങ്ങാൻ പറ്റുമോ, ഇവൾ ഉറങ്ങിയാലെങ്കിൽ ഉറങ്ങാൻ പറ്റുമോ എന്നൊക്കെയുള്ള അനാവശ്യ ചിന്തകൾ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കൊരു ചേഞ്ച്, വേറൊരു കാര്യം നമ്മൾ ചെയ്യാൻ നേരത്തെ നമ്മൾ അതിനകത്തോട് ശ്രദ്ധ വരുമല്ലോ. അത് ഭയങ്കര ശരിയായി. യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം എപ്പോഴും സ്റ്റുഡിയോ നോക്കിയിട്ട് എത്ര പേര് കണ്ട്, 500 പേര് കണ്ടു, ഭയങ്കര അങ്ങനെ. പിന്നെ എഡിറ്റിങ് ഇതൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് നേരെ നമുക്ക് ഉള്ളു ശരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വെറുതെ തണ്ണിമത്തന്നെ കലക്കണാക്കിയായിരുന്നു ആദ്യത്തെ വീഡിയോ. അങ്ങനെ ചുമ്മാ ഒരു ഷോർട്സ് ഇട്ട് തുടങ്ങിയതാണ് ചാനൽ. ആ സമയത്ത് ഡാൻസ് ജോലി ചെയ്യുമായിരുന്നു, ജോലി സ്ഥലത്തായിരുന്നു. അങ്ങനെ ഞാനിട്ടതാണ് നൈസി ജോസഫ് എന്ന് പേരിട്ട് തുടങ്ങിയത്. അതാണ് ചാനലിന്റെ ഉദയം. എന്തൊക്കെ കോഴ്സാ പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിഗ്രി എടുത്തത് ബികോം ആയിരുന്നു. ബികോം കഴിഞ്ഞിട്ട് ജസ്റ്റ് ടാലിയൊക്കെ പഠിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പൊ അടുത്തത് എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുവാണ് ഫാഷൻ ഡിസൈനിങ്. ഞാൻ എംകോം കഴിഞ്ഞതാണ്. അപ്പൊ ഇവക്കും താല്പര്യം ഉണ്ടായിരുന്നു എംകോമിന് പോയാൽ കൊള്ളാന്ന്. അപ്പൊ ഞാനും ബികോം കഴിഞ്ഞിട്ട് എംകോമിന് പോവാം എന്നുള്ളൊരു രീതിയിൽ ഇരിക്കുവാണ്. ഐസി അപ്പൊ എംകോം ഫിനിഷ് ചെയ്തിട്ട് നിൽക്കുവാണ്. അപ്പൊ ഞാനും എംകോം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കാൻ നേരം എൻ്റെ ഒരു കസിൻ ഉണ്ട്, മോളമ്മ. അപ്പൊ മോളമ്മയുടെ ഹസ്ബൻഡ് രജനി ചേട്ടൻ. സോറി, മോളമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളമ്മയ്ക്ക് കുഴപ്പമില്ല, രജനി ചേട്ടൻ ഇഷ്ടപ്പെടത്തില്ല. അപ്പം രജനി ചേട്ടന് നല്ല സുന്ദരമായ മോളമ്മ എന്ന് വിളിക്കുന്നതെന്നാണ് ചേട്ടൻ ചോദിക്കുന്നത്. അപ്പം രജനി ചേട്ടന്റെ ഫ്രണ്ട് വഴിയായിട്ട് ഇങ്ങനെ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു, ഞാൻ നന്നായിട്ട് ഇതൊക്കെ ചെയ്യണ്ട. ഞാൻ കൊടുത്ത പരിപാടി ഇവരുടെ കല്യാണത്തിന്റെ എല്ലാം ഞാനാ ചെയ്തേ. എല്ലാ ഫുൾ കാര്യങ്ങളും A to Z ഏറ്റെടുത്ത് നടത്തി. അവരെ കല്യാണം കൂടി കോഴിക്കോട് കഴിപ്പിച്ച് വിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വേറെ ആരും ഇവിടെ നിന്നൊന്നും ആരും വന്നില്ല. നൈസി ആ സമയത്ത് ഡെലിവറി ആയിട്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ മാത്രം പോയിട്ട് ആണ്. ഇവക്കുണ്ടല്ലോ എല്ലാം ചെയ്യാനായിട്ടൊരു നാക്കുണ്ട്. പക്ഷെ ആ നാക്കൊന്നും പുള്ളിക്കാരത്തി വികസിപ്പിച്ചെടുത്തിട്ടില്ല. അല്പം സ്വല്പം മേക്കപ്പ്, സാരിയൊക്കെ നന്നായിട്ട് ഉടുപ്പിക്കും. കുഞ്ഞിലേ മുതലേ ഇവളും ഞങ്ങളുടെ വേറൊരു കസിൻ ഉണ്ട് അന്ന എന്ന് പറഞ്ഞിട്ട്, അവരുടെ പരിപാടി എന്താന്ന് വെച്ചാൽ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അലമാരി തുറക്കുക, സാരി എടുക്കുക, ഉടുക്കുക, കണ്ണാരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ കാണിക്കുക. ഞാൻ ചെയ്തിട്ടില്ല കേട്ടാ, അല്ലേ? നോർമൽ കാറ്റഗറിയിൽ പെടുത്താനേ പറ്റത്തില്ല. ഞാൻ ചില കാര്യങ്ങളൊക്കെ എനിക്ക് പക്ഷെ തേജാത്താങ്കൂന്റെ ചാനലിന്റെ അവള് പറയും ചേച്ചിക്ക് ഒരു വികാരമില്ലാന്ന്. അതുപോലത്തെ ഒരു ചേച്ചിയായിരുന്നു എനിക്ക്, ഒരു വികാരമില്ലാത്ത ചേച്ചി. എന്ത് പറഞ്ഞാലും പുച്ഛം മാത്രം വാരി വെതറും. ദൈവഭാഗ്യത്തിന് യൂട്യൂബിനോട് മാത്രം അവൾക്ക് എന്തോ ഒരു താല്പര്യം. പിന്നെ കുറച്ച് തുണി ഡ്രസ് എടുത്ത് കൊടുത്താ അത്ര സന്തോഷം. ആ ഡ്രസ്സുകളുടെ നടുക്ക് ഇങ്ങനെ ഇരുന്നവള് എനിക്ക് ആക്ച്വലി ഇതിനോട് പാഷൻ ഇല്ല. പാഷനേ ഇല്ല എനിക്ക് അതിനോട് ഒരു അങ്ങനെയല്ല, ഞാൻ ചെയ്യും, ജസ്റ്റ് അത്രേ ഉള്ളൂ. ഞാൻ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. എന്ത് ചെയ്താലും മര്യാദക്ക് ചെയ്യണം എന്നുള്ളൊരു ഇത് എന്റെ കുഞ്ഞിരാമോടെ എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ശ്രമിക്കും എന്തെങ്കിലും ചെയ്യാനായിട്ട്. അപ്പം
ഞാൻ ജസ്റ്റ് ഒന്ന് തയ്ക്കാൻ പഠിച്ചു പോയി, അതാണ് എന്റെ അബദ്ധം. അതിന്റെ കാര്യം പറഞ്ഞുതരാം. തയ്ക്കാൻ പോകാൻ പഠിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു മെഷീൻ ഉണ്ട്. ഞങ്ങളുടെ അമ്മ നമ്മള് രജനീഷ് ചേട്ടന്റെ സംഭവത്തിൽ നിന്ന് വിട്ടുപോയി. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ആ ഒരു സെറ്റപ്പ് ആയപ്പോഴത്തേനും ഇവര് എൻ്റെ അടുത്ത് എൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോഴത്തേനും രജനി ചേട്ടൻ പറഞ്ഞു, നിനക്ക് ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൂടെ, നല്ല ഭാവിയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നെ നന്നായിട്ട് കൺവീൻസ് ചെയ്തു. ചേട്ടൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് നല്ലൊരു കരിയർ ഗൈഡൻസ് തരാനായിട്ടൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. സാറാണ്, പ്ലസ് ടു പഠിപ്പിക്കുന്ന ഒരു സാറാണ്. ഇംഗ്ലീഷ് ടീച്ചറാണ്. പുള്ളി ബ്ലൈൻഡ് ആണ്, കംപ്ലീറ്റ് ബ്ലൈൻഡ് ആണ്. പക്ഷെ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ്. ആ എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ട് എല്ലാ കാര്യവും നമുക്ക് പുള്ളിയുടെ ജീവിതം കണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ഇങ്ങനെ തോന്നും. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അങ്ങനെ ചേട്ടൻ വഴിയായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നീ പഠിക്കണം എന്നുള്ള രീതിയിൽ എന്റെ അടുത്ത് കുറെ കൺവീൻസ് ചെയ്തപ്പോഴത്തേനും എനിക്കും തോന്നി ആ ശരിയാണല്ലോ, എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ. കാരണം M.Com നമുക്ക് എപ്പോൾ വേണേലും പഠിക്കാം, ഡിസ്റ്റന്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് പഠിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നാ പിന്നെ നമുക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാം എന്നോർത്തിട്ട് അതിന് വേണ്ടിയിട്ട് റെഡിയായി. അപ്പൊ ചേട്ടൻ തന്നെ അന്വേഷിച്ച സമയത്താണ് പാരീസ് ഡേ ബൊട്ടിക് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു ബൊട്ടിക് ഉണ്ട്, പലർക്കും ചിലപ്പോൾ അറിയായിരിക്കും. അപ്പം അവര് ആ വർഷം തന്നെ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ഡിസൈൻ മോഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് അപ്പം അതിന് കുറച്ച് ഇന്റർവ്യൂവും കാര്യങ്ങളും കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് കണക്ട് ചെയ്തിട്ട് എനിക്ക് ഇന്റർവ്യൂവിനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ വാങ്ങി തന്നു. അങ്ങനെ എന്നെ അവിടുത്തെ ഞാൻ സാറിനെ വിളിച്ചു, സംസാരിച്ചു. ഇന്റർവ്യൂ ഒക്കെ എനിക്ക് ഫോൺ ത്രൂ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് വെച്ച് കൊറോണയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഫോൺ ത്രൂ ആയിരുന്നു ഇന്റർവ്യൂ ഒക്കെ. അങ്ങനെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നമ്മൾ പാസ്ഡായി. അങ്ങനെ കയറി കോഴ്സ് ജോയിൻ ചെയ്തു. 1 വർഷത്തെ കോഴ്സായിരുന്നു. പക്ഷേ കൊറോണയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് 2 വർഷമായി. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് ആ ഒരു ലാസ്റ്റ് സമയത്ത് തന്നെ വീട്ടിലിരുന്നായിരുന്നു കേട്ടോ, കുറച്ച് നാളെ ക്ലാസ്സിൽ പോയുള്ളൂ. കുറെ നാളും ഓൺലൈൻ ആയിരുന്നു കേട്ടോ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേനാണ് ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ അവിടെ പോയി തുടങ്ങിയത്. അവിടെ പോയി തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ആവണതിന് മുന്നേ തന്നെ എന്നെ അവിടെ അവിടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇന്റർവ്യൂ ചെയ്തു. അവിടുത്തെ CEO ആയിട്ട് ഉള്ള അനിൽ സാർ എന്നെ ഇന്റർവ്യൂ ചെയ്തു. അതായത് ഓണേഴ്സിൽ ഒരാൾ അവിടെ അനിൽ മുഹമ്മദും ജമാൽ സാറുമാണ് അവിടുത്തെ ഓണേഴ്സ്. അപ്പോഴത്തേന് അനിൽ സാർ എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഞാൻ അവിടെ പ്ലേസ്ഡ് ആയി. അങ്ങനെ ജോലിക്ക് കയറി. അതാണ് ജോലി ചെയ്യാനുണ്ടായ സാഹചര്യം. അങ്ങനെ ആദ്യം അവിടെ കയറുന്നത് എംബ്രോയിഡറി പടമൊക്കെ വരയ്ക്കുക, എംബ്രോയിഡറി ഡിസൈൻ നന്നായിട്ട് വരയ്ക്കുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മള് കാണിച്ചാൽ ഒരു ഭംഗിയുണ്ട്. അത് ചുമ്മാ പറയുക, അങ്ങനെയൊന്നും അല്ല. കാക്ക ചിക്കണ പോലെ കാണിച്ചിട്ടുണ്ട്, കാക്ക ചിക്കിയ പോലെ തന്നെ ഇരിക്കും. പക്ഷെ അങ്ങനെയല്ല, നൈസിക്ക് ഇൻബോൺ ടാലന്റ് ഉള്ളത് നൈസിക്കാണ്. നമ്മൾ 2 പേരില് സീരിയസ്ലി നമ്മൾ 2 പേരില് ഇൻബോൺ ടാലന്റ് ഉള്ളത് നൈസിക്കാണ്. ഞാൻ ആർട്ടിഫിഷ്യലാണ്. അതായത് എനിക്ക് കോപ്പി ചെയ്യാൻ അറിയാം, നന്നായിട്ട് കോപ്പി ചെയ്യാൻ അറിയാം സത്യം. അതായത് അത് നോക്കിയിട്ട് അത് കൊള്ളാം എന്നാൽ അതുപോലെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ വരച്ചെടുക്കും. അതായത് എൻ്റെ ഒരു ഇഷ്ടം, എനിക്ക് അതിനോടൊരു ഇഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലെ കോപ്പി ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. അല്ലാണ്ട് എനിക്ക് ഇൻബോൺ ടാലന്റ് അല്ല, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ടാലന്റാണ്. പക്ഷെ നൈസിക്ക് അങ്ങനെയല്ല, ഒരു ഇൻബോൺ ടാലന്റ് ഉണ്ട്. നൈസി ചെറുപ്പത്തിലെ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. ആ നൈസി വരയ്ക്കുന്നത് കണ്ടിട്ട് എല്ലാരും പ്രശംസിക്കണം കണ്ടപ്പം എനിക്ക് എന്റെ അസൂയ തോന്നി. ഇത് കൊള്ളാല, നൈസ് വരയ്ക്കുന്നു, എല്ലാവരും ചിരിക്കുന്നു, നല്ലതാ ഉടനെ പെൻസിൽ എടുക്കുന്നു, വരയ്ക്കുന്നു. അതെ, അങ്ങനെയാണ് ഞാന് വര തുടങ്ങിയത് തന്നെ. അപ്പം ഇവളാണ് ശരിക്കും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവം. ഫാഷൻ ഡിസൈനർ ആണെങ്കിൽ, ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടില്ല, ഞാനാ പഠിച്ചേക്കുന്നതെങ്കിൽ പോലും ഇൻബോൺ ടാലന്റ് ഒരു ഡിസൈനറിന്റെ ക്വാളിറ്റി എല്ലാം നൈസിയിലുണ്ട്. അതായത് ഇങ്ങനെ കളർ സെൻസ് ഒക്കെ ഉണ്ട് നൈസിക്ക് നന്നായിട്ട്. പക്ഷെ നൈസിക്ക് അല്ല, അങ്ങനെയാണ്. അങ്ങനെയല്ല, എനിക്ക് ഇതിനോട് ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് ഈ തുണികള് ഉടുപ്പിടുക അതൊന്നും അത്രയ്ക്കൊരു വലിയ താല്പര്യമുള്ള കേസല്ല. ഞാൻ അപ്പന്റെ കാറ്റഗറി. അപ്പം പറയുന്നത് 2 ഉടുപ്പ്, ഒരെണ്ണം കഴുകിയിടുമ്പോൾ ഒരെണ്ണം ഇടുക, അങ്ങനത്തെ ഒരു നേച്ചറാണ്. പക്ഷെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ അപ്പന്റെ ഒരു പെങ്ങളുണ്ട്, ലിസി ആന്റി എന്ന് പറയുന്നത്. ആന്റി ഇതേപോലെയാണ്, ഓരോ ദിവസവും ഓരോ സാരി എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആ ഒരു നേച്ചറൊക്കെ ആയിരിക്കും എനിക്ക് കിട്ടിയേക്കണമെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉടുപ്പിനോട്, ഭയങ്കര ഇഷ്ടം.
ആ ഇഷ്ടമാണ് ഇവളെ കൊണ്ട്. എന്നാ ഞാൻ ചെയ്യുമോ? ഇല്ല, ഇവളിലോട്ട് അത് ഇഞ്ചക്ട് ചെയ്തിട്ട് എന്റെ കയ്യിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നേ ഉള്ളൂ. പക്ഷെ മനസ്സിലും പ്ലാനിങ്ങും മുഴുവൻ ഇവിടെ നൈസിയാണ്. പിന്നെ ഞാന് ഇതിലോട്ട് സത്യത്തിൽ ഞാൻ ഇറങ്ങി വന്നേക്കണത്, ഞാൻ പാരീസിൽ ജോലി ചെയ്ത് 1.5 വർഷം ഞാൻ ജോലി ചെയ്ത് എനിക്ക് ഭയങ്കര മാറ്റാണ് വന്നേക്കണത്. അതായത് ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയില്ല. ബേസിക് ആയിട്ട് കുറച്ച് സ്റ്റിച്ചിങ് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഒന്നും അറിയാണ്ടാണ് ഞാൻ അത്രയും വലിയൊരു ലോകത്തിലോട്ട് നാൻസി ചെന്നപ്പോ നാൻസിക്ക് എന്തോ ഒക്കെ ഒരു ഭയങ്കര ഒരു ഞാൻ അവിടുത്തെ ഏറ്റവും പൊട്ട ഡിസൈനർ ആയിരുന്നു. അതായത് അത്രയും ഡിസൈനേഴ്സ് അവിടെ ഭയങ്കര കഴിവുള്ള ഡിസൈനേഴ്സ് ആണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ അത്രയും നല്ല ഡിസൈനേഴ്സിൽ എൻ്റെ കൂടെ, അതായത് മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനോട് സൗരഭ്യം എന്നൊക്കെ പറഞ്ഞ പോലെ, എന്താ പറയാ, ഞാൻ അവിടെ നിന്നപ്പം എന്തൊക്കെയോ ഒരു ഇത് കിട്ടി, അത്രേ ഉള്ളൂ. അവിടെ നിന്ന് വന്നതിന് ശേഷം എനിക്ക് കുറെയൊക്കെ ഞാൻ നോർമലായിട്ടല്ല ചിന്തിക്കുന്നത്, ചിന്തിക്കാൻ തുടങ്ങി. ഒരു സാധനം കാണുമ്പോൾ നേരത്തെ ഞാൻ ബേസിക് ആയിട്ടാണ് ചിന്തിച്ചോണ്ടിരുന്നത്. അപ്പം ഈ ബേസിക് ലെവലിൽ നിന്ന് കുറച്ചും കൂടെ മേളിലേക്ക് കയറി ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ യൂട്യൂബ് ചാനലിലേക്കും കൂടെ വന്നപ്പോഴത്തേനും ഒന്നും കൂടെ എന്തെങ്കിലും ഒന്നും കൂടി കൊടുത്താലല്ലേ പട്ടിഷോ കാണിച്ചാലേ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം മനസ്സിലായല്ലോ, ഇതാണ് മുതലാളിയും തലയും, ഞാൻ തൊഴിലാളിയാണ്. അങ്ങനെ. പിന്നെ നിങ്ങളുടെ സ്ഥലം എവിടെയാ? വൈക്കം, കോട്ടയം വൈക്കമാണ് കേട്ടോ നമ്മുടെ സ്ഥലം. അപ്പൊ ചേച്ചി എന്താ ചെയ്യുന്നേ? ഏത് ചേച്ചിയാ? നൈസി ആണെങ്കിൽ നൈസി യൂട്യൂബ് ചാനലിന്റെ ഓണറാണ്. ചെയ്യുന്നില്ല, നാൻസി ചേച്ചി ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫാഷൻ ഡിസൈനിങ്ങിലോട്ട് പോകാൻ കാര്യം അറിയാലോ, അതിന്റെ ഒരു സ്റ്റിച്ചിങ്ങിനോടൊക്കെ ഇച്ചിരി താല്പര്യം ഉള്ളത് കൊണ്ടാണ്. അതിന് കാര്യം നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ അമ്മയാണ്. അമ്മയ്ക്ക് ഒരു ഒടങ്കോലി മെഷീൻ ഇവിടെ ഉണ്ടായിരുന്നു. ഒടങ്കോലി മെഷീൻ എന്ന് വെച്ചാൽ അതിനൊരു ബോഡി മാത്രമേ ഓർക്കുന്നില്ലേ, ഒരു ബോഡി മാത്രമേ ഉള്ളൂ, നൂലിടാനൊരു വടിയും. അതിലാണ് ഞാൻ അടിക്കാൻ പഠിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അടിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം ഉടുപ്പും, സത്യം പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കരുത്, ഷഡ്ഡി വരാ അമ്മ സ്റ്റിച്ച് ചെയ്താ തന്നോണ്ടിരുന്നത്. പൈസ കൊടുത്ത് മേടിക്കുകയില്ല, കാരണം അമ്മയുടെ പൈസ ഇല്ല അന്നത്തെ കാലത്ത്. വെറും തുച്ഛമായ പൈസയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ തുണികള്, സാരികള്, അങ്ങനെ അതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഈ ബനിയൻ ഷർട്ട് ഇടാനായിട്ട് കൊതിയാണ്. എന്നാന്ന് വെച്ചാൽ വലിയ പുറത്തോട്ടൊക്കെ പോവല്ല, നമ്മള് വിരുന്ന് പോകും. അമ്മ വീട്ടിലോട്ടൊക്കെ പോകുമ്പോഴാണ് അമ്മ ഇട്ട് അത് അലമാരിന്ന് എടുക്കുക, നമുക്ക് ഉടുപ്പിട്ട് പോവാ. അത് ഭയങ്കര ഒരു ഇപ്പോഴും ഞങ്ങളത് പറയുന്നത്. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അമ്മ തയ്ച്ചിരുന്ന് ഇടാനായിരുന്നു കേട്ടോ സുഖം, നല്ല കാറ്റൊക്കെ. അത് ശരിയാ, അങ്ങനെ അമ്മ ചെയ്യും. എല്ലാം തയ്ക്കുന്നത് ഈ പട്ടുപാവാടയായിരിക്കും. ഫുൾ അമ്മയുടെ സാരികൾ. നമുക്കൊരു 10-30 സാരി, കല്യാണം കഴിയുന്ന പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, വീട്ടിൽ നിന്ന് കൊടുക്കും ഒരു അലമാരി നിറച്ചും സാരി. ആ സാരി അല്ലാണ്ട് അമ്മ 10 രൂപ കൊടുത്ത് സാരി വാങ്ങിച്ചിട്ടേ ഇല്ല. ആ സാരിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെന്ന് പറയാം. പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ തരിക, ആന്റിയൊക്കെ തരുവേ. ഈ ഞാൻ പറഞ്ഞില്ലേ കുറച്ചും പറഞ്ഞില്ലേ ലിസി ആന്റി എന്ന് പറഞ്ഞ സാരി ഒടിച്ചിരി ഇഷ്ടമുള്ള ആന്റി ഇതേപോലെ തന്നെയാണ്. ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങും. വാങ്ങിയിട്ട് 1-2 തവണ കൂടുതൽ ആന്റി കുടിക്കുകയില്ല, അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. അപ്പൊ ആന്റി ഞങ്ങൾക്ക് തരും. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് എന്തെങ്കിലും അമ്മ ഞങ്ങൾക്ക് തയ്ച്ചു തരും. മിക്കപ്പോഴും പട്ടുപാവാടയും ബ്ലൗസും ആയിരിക്കും. ഈ ഫ്രണ്ടിൽ ഹൂക്കൊക്കെ ഉണ്ടായിരുന്നില്ല, പിന്നെ അത് മാറിയിട്ട് ബാക്കിൽ ഹൂക്കായപ്പോൾ അമ്മ നമുക്ക് ബാക്കിൽ ഹൂക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ചെയ്യിക്കണത് ഞാനാണ്. എപ്പോഴും പുതിയത് ഇടുന്നത് ഞാൻ തന്നെയാണ്. കാരണം ഇവക്ക് അത്രയ്ക്ക് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഇവൾ എന്തെങ്കിലുമൊക്കെ ഇടും. എനിക്കിങ്ങനെ ആരും നിർബന്ധിക്കുന്ന ഇഷ്ടമല്ല. ഇവളിങ്ങനെ കരഞ്ഞ് പിഴിഞ്ഞ് രാത്രി മുഴുവന് ജോലിക്ക് പോണ അമ്മയാണ്. കരഞ്ഞൊക്കെ ഇരുന്ന് ഇവിടെ അമ്മയുടെ, എനിക്കാണെങ്കിൽ അമ്മേനെ കാണുമ്പോ തന്നെ സങ്കടമാണ്. അമ്മയുടെ മുഖം കാണുമ്പോ തന്നെ എനിക്ക് ഒന്നും പറയാൻ തോന്നത്തില്ല. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചാണ് ഞാൻ വലിഞ്ഞൊക്കെ. എനിക്ക് അമ്മയുടെ കാര്യമുണ്ട്. ഞാൻ ഇതുപോലെ ഞങ്ങളുടെ വല്യമ്മയുണ്ട്. വല്യമ്മയാണ് മെയിൽ ഞങ്ങളുടെ ആള്. വല്യമ്മേനെ സോപ്പിട്ട് പൈസ മേടിച്ച് തുണികളൊക്കെ. പക്ഷെ ഇപ്പൊ 10ാം ക്ലാസ് വരെ എനിക്ക് ഇങ്ങനെ ഡ്രസ്സ് ഇടണം എന്നുള്ള കാരണം യൂണിഫോം ഉണ്ട്, നമുക്ക് ഫുൾ ഡേ യൂണിഫോമാണ്. അപ്പൊ എനിക്ക് കളർ വേണ്ട. പ്രശ്നം വരുന്ന എല്ലാ സൺഡേസിലും സൺഡേ സ്കൂളിൽ പോകാൻ നേരത്ത് ഉടുപ്പില്ല. അപ്പോഴായിരുന്നു വിഷമം. എന്നാലും 10ാം ക്ലാസ് വരെയൊക്കെ തട്ടിയും മുട്ടിയും പോയി. ഈ 10ാം ക്ലാസ് എന്നൊക്കെ പറയാൻ നേരം നമുക്ക് ഇച്ചിരിയൊക്കെ വിവരമൊക്കെ വെച്ച് ഉടുപ്പൊക്കെ വേണം എന്നൊക്കെ തോന്നി തുടങ്ങുന്ന ഒരു പ്രായമൊക്കെ ആവുമല്ലോ. അപ്പൊ 10ാം ക്ലാസ് എത്തിയപ്പോ എനിക്ക് ഉടുപ്പൊന്നും ഇടാനായിട്ട് ഞാൻ കരച്ചില്ല എല്ലാ ദിവസവും ഇരുന്നു. എനിക്ക് ഉടുപ്പില്ല എന്ന് പറയാം. സത്യത്തില് അങ്ങനെയാണ് ഞാൻ തയ്ക്കാൻ പഠിക്കാൻ പോകാൻ കാരണം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വെക്കേഷൻ, ആ 3 മാസത്തോളം എന്റെ വെക്കേഷൻ ഉണ്ടല്ലോ,
ആ വെക്കേഷൻ ഞാൻ തയ്യൽ പഠിക്കാൻ പോയി. ഞാനും ഇവള് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള കൂട്ടുകാരത്തിയുണ്ട് മെയ്മോളെ. ഞങ്ങള് 3 പേരും കൂടെ അമ്മ പറഞ്ഞു എന്താണെങ്കിലും പോകുമല്ലേ നീയും പോരെന്ന് പറഞ്ഞു എന്നോട്. എനിക്കാണെങ്കിൽ താല്പര്യമില്ല, കുറെ ഉടുപ്പ് വേണമെന്നാലും തയ്ക്കാനൊന്നും അറിയത്തില്ല, ശ്രമിച്ചിട്ടില്ലെന്ന് വേണം ശരിക്കും പറയാൻ കേട്ടോ. അറിയാമല്ലോ നാൻസിയുടെ എപ്പോ പറഞ്ഞാലും നാൻസി പറയും നിനക്ക് അറിയാമല്ലാഴിക്കൊന്നുമില്ല, നീ ശ്രമിക്കാഞ്ഞിട്ടാന്ന് പറയും. അതുകൊണ്ട് അത് പറഞ്ഞേക്കാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ തയ്ക്കണമെന്ന് പറയണത് ഇവിടെ എനിക്കാണ് തയ്ക്കാൻ, ഞാൻ തയ്ക്കാൻ അറിയാം. അപ്പൊ നൈസ് ഇതൊക്കെ എങ്ങനെയാ തയ്ക്കുന്നത്? പണ്ടത്തെ കാര്യമാണ്, നല്ല ഐഡിയ ഉണ്ടല്ലോ അതിനെ പറ്റി. ഇപ്പൊ എല്ലാത്തിനും ഞാൻ തന്നെയാണ് തുണിയിലോട്ട് അരമണിക്കൂർ ഇങ്ങനെ നോക്കി എങ്ങനെ തയ്ക്കും. കാരണം പാച്ചടൊക്കെ എങ്ങനെ കട്ട് ചെയ്യണം നമ്മൾക്ക് കണ്ടിട്ട് പോലും ഇല്ലാത്ത എന്തെങ്കിലും കുന്ത്രാണ്ടം കൊണ്ടായിരിക്കും വരുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ അതിനകത്ത് ആലോചിച്ച് നിന്നിട്ട് ഞാൻ തയ്ക്കുന്ന ആ ഒരു സമയത്തൊന്നും യൂട്യൂബ് ഒന്നും നമ്മൾ സജീവമല്ല, ഫോണും ഉണ്ടായിരുന്നില്ല നമുക്ക് ഇത് നോക്കാനായിട്ടും, നെറ്റ് കണക്ഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നില്ലാത്തോണ്ട് തന്നെ എന്തുപടി ഞാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ പാറ്റേൺ ഒന്നും നമുക്ക് നോക്കാനൊന്നും സ്ഥലവും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഈ തുണിയിലോട്ട് ഇങ്ങനെ അരമണിക്കൂർ നേരം നോക്കി നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു ഇത് എങ്ങനെ വന്നാ എങ്ങനെ ആവും എന്നിങ്ങനെ ആലോചിച്ച് ഞാൻ ചെയ്യും. പക്ഷെ ചെയ്തേക്കുന്ന എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഇതുവരെ നമ്മൾ ഉദ്ദേശിച്ച സാധനം അങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലേ, കറക്റ്റ് പാറ്റേൺ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പിന്നെ പണ്ടൊക്കെ എങ്ങനെയാന്ന് അറിയാവോ, പണ്ടൊരു ഫാഷൻ ഉണ്ടായിരുന്നത്, ഇപ്പോഴും അത് എങ്ങനെയാ നമ്മളിങ്ങനെ ആദ്യത്തെ കഴുത്ത് ചതുര എന്നിട്ട് പൊക്കത്ത് നിന്നൊരു യോക്ക് പോർഷൻ വരും, അത് വലയായിരിക്കും. വല ഇങ്ങനെ നമ്മുടെ ബോർഡിനൊക്കെ ആയിരിക്കണം. അങ്ങനെ ഒരു തുണി ഞങ്ങള് കടയിൽ പോയി ഒരു വെൽവെറ്റ്, നീല വെൽവെറ്റ് വാങ്ങിച്ചു. പിന്നെ ഒരു ഇവിടെ കട്ട് പീസ് കിടന്ന ഒരു ബ്ലാക്ക്. ഇത് കൊണ്ടിട്ട് ഞാൻ നാൻസിനോട് പറയുന്നത് നാൻസി എനിക്ക് ഇതാണ് വേണ്ടത്, പൊക്കത്ത് ഇങ്ങനെ നിക്കണം, ഇത്രയും ഭാഗം ട്രാൻസ്പെറന്റ് ആവണം, ബാക്കി ഇങ്ങോട്ട് വേണം. അന്നൊക്കെ ട്രാൻസ്പെറന്റിന്റെ തുടക്കകാലം ട്രാൻസ്പെറന്റ് ഒക്കെ എവിടെയോ കണ്ടതാണ്, ഞാൻ കണ്ടതാണ്. അധികം ആരും ഇട്ടിട്ടില്ല, വളരെ വിരളമായിട്ട് 1-2 ആൾക്കാർ ഇട്ട് തുടങ്ങുന്ന സമയത്താണ് ഈ ആഗ്രഹമാണ്. എനിക്ക് പറഞ്ഞാൽ പോലും മനസ്സിലാവാനുള്ള ഇതൊക്കെ എന്താണ് ഈ പറയുന്നത്. അന്ന് ഇവിടെ ഞങ്ങള് പണ്ട് ഇതുപോലെ ആയിരുന്നു. ഇവള് ഭയങ്കര ഇച്ചിരി മൂക്കത്ത് ചുണ്ടിയുള്ള ആളാണ്. ഒരു തവണ പറഞ്ഞ് 2 തവണ പറഞ്ഞ് കേട്ടില്ലേ നമുക്ക് ദേഷ്യം വരുവാണ്, ആട്ടിപ്പോയി. അതേപോലെ ഈ സ്വഭാവമൊക്കെ എന്റെ വീട്ടിലുള്ള കേട്ടോ. ഇവിടെയാ ശുണ്ടി വീട്ടില് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വായില് നാക്കുണ്ടോന്ന് തപ്പി നോക്കണം, നീട്ടി കാണിക്കൂ എന്ന് പറയാൻ തോന്നുവാണ്. അന്ന് ഇവള് ആ വെൽവെറ്റിന്റെ തുണി ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് എറിഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ തയ്ക്കില്ലെന്നല്ലേ പറഞ്ഞത് ഇങ്ങനെ. അത് അതുകൊണ്ടല്ല, മെഷീൻ കൊള്ളത്തില്ലായിരുന്നു, ആ മെഷീൻ കൊള്ളത്തില്ല. വെൽവെറ്റ് നമ്മുടെ സാധാ മെഷീൻ ഉണ്ടല്ലോ, സാധാ മെഷീനില് വെൽവെറ്റ് ഒന്നും അടിക്കാനേ പറ്റിയില്ല. ആ വെൽവെറ്റ് ഒക്കെ എടുത്തോണ്ടാ ഞാൻ ചെല്ലണത് അടിക്കാൻ പറഞ്ഞിട്ട്. അത് അങ്ങനെ ക്ഷമ നശിച്ച് ഞാൻ നല്ല ക്ഷമയുള്ള കൂട്ടത്തിലാണ്. നല്ല ശരിയാട്ടോ, വേറെ കാര്യത്തിലൊന്നും അല്ല ക്ഷമ. തയ്ക്കാനിരിക്കുമ്പോ നാൻസിക്ക് ഭയങ്കര ക്ഷമയാ. ഞാനത് എപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഓരോരുത്തർക്ക് ഓരോരോ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഓരോരോ പ്ലസ് പോയിന്റ്. നല്ല ക്ഷമയുള്ള കൂട്ടത്തിലായിരുന്നു. എന്റെ ക്ഷമ വരെ നശിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എടുത്തെറിയും അവിടുന്ന് പിന്നെ എടുത്തോണ്ട് വരുന്ന തയ്ക്കും. അങ്ങനെ പക്ഷെ ആ ഡ്രസ്സിനെ കിട്ടിയ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും റോയൽ ബ്ലൂ കളർ അല്ലേ, എല്ലാരും ഞങ്ങളെ കണ്ടിട്ട് ഒരു മനുഷ്യൻ ഒരാള് പോലും അതിനെ കോംപ്ലിമെന്റ് ചെയ്യാണ്ട് പോയിട്ടില്ല. അത്രയ്ക്ക് അതുപോലെ കുറേ ഡ്രസ്സുകളുണ്ട് നമുക്ക്, കുറേ ഡ്രസ്സുകൾ അതുപോലെ. എന്നിട്ട് എനിക്കിങ്ങനെ ഒരു ഹരം പോലെയായി പിന്നെ അത് കേൾക്കുക എന്നുള്ളത്. അതായത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. ഞാൻ തയ്ക്കാൻ പഠിച്ചതിന് ശേഷം ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഡ്രസ്സ് ഇടത്തില്ല. അതായത് റിപ്പീറ്റ് ചെയ്തെന്ന് പറയാൻ കാരണം നമുക്ക് യൂണിഫോം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. യൂണിഫോം നമുക്ക് ഡെയിലി ഉണ്ട്. അപ്പൊ നമ്മൾ ഇടക്കിടക്ക് പരിപാടിക്ക് മാത്രമല്ല ഇങ്ങനെ എന്നിട്ട് പിന്നെ എല്ലാം പുതിയതെന്ന് പറയുമ്പോ ഒരുപാട് പൈസ കൊടുത്തൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. മീറ്റർ 1.10 മാക്സിമം. ഞങ്ങൾ രണ്ടുപേരും പിള്ളേരായിരുന്നല്ലോ. മെറ്റീരിയൽ എടുക്കണം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ മെറ്റീരിയൽ 2 പേർക്കും കൂടി വേണം. അത് എനിക്ക് അന്ന് ഇത്രയും വണ്ണയില്ല, ഞാൻ ഇത്രയും വണ്ണയില്ല, ഇതൊക്കെ തന്നെ വന്നത്. എന്നിട്ട് എന്റെ അളവിൽ തയ്ക്കുക, എന്റെ അളവിൽ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഇവക്ക് വിടാമല്ലോ. കൂടുതൽ മെറ്റീരിയൽ എടുക്കാൻ ഇനിഷ്യേറ്റ് എടുക്കുന്നത് ഞാൻ തന്നെ. കാരണം കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം നമ്മൾ എടുക്കാൻ വേണ്ടിയാണ് പോണെങ്കിൽ എനിക്ക് വേറൊരെണ്ണം കൊണ്ട് പോയി നല്ല രസം അത് വേണം എന്ന് പറയുമ്പോൾ ഡാൻസ് പറയും എന്തിനാ നൈസ് ഇവിടെ തയ്ക്കണോണ്ടിരിക്കണം, എന്തിനാ നൈസ് അത് വേണ്ട എന്ന് ഇവിടെ പറയും. അപ്പൊ ഞാൻ ഇവിടെ എനിക്ക് വേണോടി, ചിലപ്പോൾ ഇവിടെ കട്ടായം പറയും വേണ്ടെന്ന്. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിരുന്ന ഞാൻ ഇവർക്ക് തലയ്ക്ക് വെളിവ് കൊടുക്കുകയില്ല.
വേണമായിരുന്നത്, പക്ഷെ അത് വേണമായിരുന്നു. പിന്നെ എനിക്ക് പണ്ടിങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങനെ തടയത്തൊന്നുമില്ല കേട്ടോ. ഇപ്പോഴാണെങ്കിൽ എടുത്തോന്നേ പറയത്തുള്ളൂ. പക്ഷെ പണ്ടെന്ന് പറയുമ്പോ ഒരു പേടിയാ. നമുക്ക് രണ്ടുപേർക്കും ജോലിയില്ല, വീട്ടിലോട്ട് പറയുമ്പോ അമ്മ ആട്ടും. അങ്ങനെ ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ പൈസ തരുന്ന മെയിൻ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്യമ്മച്ചിയാണ്. അപ്പന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് പെൻഷൻ ഉണ്ടായിരുന്നു, അപ്പൂപ്പന്റെ പെൻഷൻ. അപ്പൂപ്പൻ PWDയിൽ ജോലി ചെയ്യുമായിരുന്നു. അതിന്റെ പെൻഷൻ അപ്പൂപ്പൻ മരിച്ചാലും അമ്മൂമ്മയ്ക്ക് കിട്ടുമല്ലോ. അതായിരുന്നു ഞങ്ങളുടെ അലുക്കുലത്ത് വരുമാനം എന്നുള്ളത്. കാരണം ഞങ്ങളുടെ അലുക്കുലത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള മെയിൻ വരുമാനം വല്യമ്മച്ചിയുടെ പെൻഷൻ ആയിരുന്നു. അല്ലാണ്ട് അമ്മയൊന്നും തരില്ല കേട്ടോ. കാരണം അമ്മയ്ക്ക് കിട്ടുന്ന പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനിട്ട് ചെലവാക്കാനുള്ളതേ ഉള്ളൂ. അമ്മ ഒരു നാരങ്ങ വെള്ളം പോലും, അമ്മ അതെപ്പോഴും പറയും, നാരങ്ങ വെള്ളം പോലും കുടിക്കാണ്ട് കാത്തു സൂക്ഷിച്ചാണ് ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം 1 രൂപ പോലും കടം മേടിക്കരുത് എന്നൊരാഗ്രഹമുള്ള ഒരാളാണ്. ആ ഒരു ആഗ്രഹം, ആ ഒരു ജീവിതത്തിന്റെ ഒരു ഒടുക്കവും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒക്കെ നന്നായിട്ട് പോയത് കൊണ്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് ചെയ്യാനും 10 രൂപ പോലും ആർക്കും കൊടുക്കാനും ഒന്നും ഇല്ലാണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെല്ലാം അമ്മയുടെ ഒരൊറ്റ കഴിവ് കൊണ്ടാണ്. ഹസ്ബൻഡിന്റെ വീട് ഇവിടെ അടുത്ത് ചെമ്മനത്തുകര എന്ന് പറയും കേട്ടോ, അവിടെയാണ്. പുള്ളിയുടെ വീട് അതാണെങ്കിലും പുള്ളിയാണ് 3/4 പോർഷനൊക്കെ പണിതത്. എന്നിരുന്നാലും പുള്ളി അവിടെ കിടന്നേക്കുന്നത് കൊറോണ, ഇവർ ഖത്തറിലായിരുന്നു. അപ്പൊ കൊറോണ വന്നപ്പോ ഈ വിദേശത്ത് നിന്ന് വന്നവരൊക്കെ അറിയാലോ, പുറത്തിറക്കാൻ നാട്ടുകാർ സമ്മതിക്കില്ല. അങ്ങനെ 1 മാസം ജേസൺ പെട്ട് കിടന്നേക്കണ കിടപ്പാണ് അവിടെ കിടന്നേക്കുന്നത്. അല്ലാണ് പുള്ളി അവിടെ അധികം അങ്ങനെ നിന്നിട്ടില്ല. എന്നെ കല്യാണ ശേഷം ഞാൻ പറഞ്ഞല്ലോ, 3-ാം മാസം മുതൽ എനിക്കത് ഓർക്കാനേ മേലെ ശരിക്കും പറഞ്ഞ എന്റെ ഓർമ്മകളിൽ. കാരണം ഗ്യാസ് ഇങ്ങോട്ട് അന്ന് കയറിയ ഗ്യാസ് ഇറങ്ങി പോണത് പ്രസവം കഴിഞ്ഞിട്ടാ. നെഞ്ചിങ്ങോട്ട് എരിഞ്ഞു കയറിയിട്ട് അത് എന്താണിത് ഇവിടെ തീരിക്കണ അവസ്ഥ. ഓ, പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളേ പറഞ്ഞു? ഞങ്ങളുടെ വീട്ടില് അമ്മ, അപ്പൻ, അപ്പന്റെ കെട്ടിയോൻ, എന്റെ കുട്ടി, അപ്പന്റെ ചേട്ടൻ ഒരാളുണ്ട്. പുള്ളിക്ക് ഒരു പ്രധാന പങ്കുണ്ട്. കാരണം ഞങ്ങക്ക് പുള്ളി ഇതുപോലെ ഒരു എന്താ പറയാ, അപ്പന്റെ ചേട്ടനാണ്. കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ, അത് ഗവൺമെന്റ് ആയിട്ടൊക്കെ ജോലിയൊക്കെ കിട്ടിയതാണ് ചെറിയ പ്രായത്തിൽ തന്നെ, 10-22 വയസ്സുള്ളപ്പോൾ. അത് എങ്ങനെയാണ് പുള്ളിക്ക് മാനസികമായിട്ട് പിന്നെ സംഭവിച്ചതെന്ന് അറിയില്ല കേട്ടോ, ആർക്കും അറിയില്ല. ഓരോരുത്തർ പല പല കാര്യങ്ങൾ പറയുന്നു. ചിലർ പറയുന്നു പോസ്റ്റ് ചെയ്ത് താഴെ വീണെന്ന് പറയുന്നു, ചിലർ പറയുന്നു പ്രണയ നൈരാശ്യമായിരുന്നെന്ന്, ചിലവര് പറയുന്നു ഞങ്ങളുടെ അപ്പൂപ്പ ഇച്ചിരി വെള്ളാടിയൊക്കെ ആയിരുന്നു. അപ്പൊ അപ്പൂപ്പനെ പേടിച്ച് വീട്ടിൽ വരാണ്ട് പുറത്ത് കിടന്നപ്പോ ആരോ മയക്കുമരുന്ന് കൊടുത്തെന്ന് പറയുന്നു. അങ്ങനെയാണ് മെന്റലി ആയിപ്പോയെന്നൊക്കെ പറയുന്നത്. അപ്പൊ പുള്ളിക്ക് അങ്ങനെ ഒരു മെന്റലി ഒരു ചെറിയൊരു പ്രോബ്ലം സംഭവിച്ചതെന്ന്. അങ്ങനെ മെന്റലി ആയതുകൊണ്ട് തന്നെ പുള്ളി കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. മെന്റൽ ആശുപത്രിയിലായിരുന്നു, കംപ്ലീറ്റ് അവിടെ ആയിരുന്നു. പിന്നെ എന്റെ അമ്മയുടെ കല്യാണ ശേഷമാണ് അമ്മ പറഞ്ഞത് നമ്മുടെ ചേട്ടനെ അവിടെ കൊണ്ടിട്ടുണ്ട്, ഞാൻ നോക്കിക്കോളാന്ന് കരുതി വീട്ടിൽ കൊണ്ടുവന്നത്. അങ്ങനെ നമ്മുടെ ചേട്ടൻ വീട്ടിലുണ്ട്. ചേട്ടനെ വിളിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മ ചേട്ടനാ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിലേ മുതലേ ചേട്ടാന്നായിപ്പോയി. ഞങ്ങൾ ഇപ്പോഴും ചേട്ടാന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പന്റെ ചേട്ടനാണ് ആള് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്യും. കാരണം ടൗൺ ഇവിടെ അടുത്താണല്ലോ. വല്ലവർക്ക് ഐസ് മേടിച്ച് കൊടുക്കുകയോ ഏജൻസിയിൽ നിന്നൊക്കെ ലോട്ടറി എടുത്ത് കടകളിൽ കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസ ഞങ്ങൾക്ക് കൊണ്ട് തരുമായിരുന്നു കേട്ടോ. അത് മെയിൻ ഒരു വരുമാനം തന്നെയായിരുന്നു. ഈ തുണിയൊക്കെ മേടിക്കാനും ഭക്ഷണം ഇഷ്ടമുള്ള, നമ്മളൊരു സാധാരണ ഒരു ഫാമിലി ആണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ 10, 20, 30, 40 രൂപയായിരിക്കും, പക്ഷെ അത് നമുക്ക് ഡെയിലി ഇങ്ങോട്ട് ഇങ്ങനെ കിട്ടാൻ നേരത്ത് ഞങ്ങളുടെ എല്ലാ കുഞ്ഞിലത്തെ കാര്യങ്ങളും സാധിച്ച് പോയേക്കുന്നത് ചേട്ടൻ കൊണ്ടുവരുന്ന പൈസ. നമുക്ക് വേറെ ആരും വാങ്ങിയൊന്നും തരത്തില്ല. അങ്ങനെ ഇങ്ങനെ ഡെയിലി ഇപ്പൊ എല്ലാരും വാങ്ങി തരുന്ന ഒരു പരിപാടി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മുടെ ഇതിപ്പോ അതാണ് പറയുന്നത്, ദൈവം ഇങ്ങനെ ഒരുക്കി വെക്കും എന്നുള്ള പോലത്തെ നമുക്ക് ആ ഒരു വഴി കൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളുടെ ചേട്ടനുണ്ട് വീട്ടില്, പിന്നെ നൈസിയുടെ കുഞ്ഞുവാവയുണ്ട്, പിന്നെ ഞങ്ങൾ 2 പേരുണ്ട്. അസിന് എന്താ ജോലി? അത് പറഞ്ഞല്ലോ, ബാഡ്മിന്റൺ ആണ് പുള്ളിയുടെ പ്രൊഫഷൻ. കളിക്കാരനായിരുന്നു, പ്ലെയർ ആയിരുന്നു. പ്ലെയർ പിന്നീട് കല്യാണം കഴിഞ്ഞപ്പോൾ പ്ലെയർ മാത്രം പോരല്ലോ, ജോലിയും കൂടി വേണമെന്ന് കരുതിയിട്ട് കോച്ചിങ് പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് തൃപ്പൂണിത്തറയിലാണ്. അപ്പൊ പുള്ളി ഉച്ചയ്ക്ക് ഒരു 2:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വരുന്ന സമയം എന്ന് വെച്ചാൽ പാതിരാത്രി ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ നിൽക്കാൻ കാരണം ഞങ്ങൾക്ക് താമസിക്കാം. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഞങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അമ്മ ജോലിക്ക് പോകുന്നുണ്ടെന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്ത് ജോലിക്കാ അമ്മ പോകുന്നേ? അമ്മ ഒരു 10-20 കൊല്ലമായിട്ട് അമ്മ ഞങ്ങളുടെ പള്ളിയുണ്ടല്ലോ, പള്ളിയുടെ തന്നെ സ്കൂളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, CBSE. അവിടെ ഒരു ആയാട്ടാ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അടിക്കണം, ക്ലാസ് മുറിയൊക്കെ അടിക്കണം, സ്കൂൾ ബസ്സിൽ പോകണം, ഇതൊക്കെയായിരുന്നു നമ്മുടെ ജോലി.
അങ്ങനെ ഇരിക്കുമ്പോ അമ്മ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൊക്കെ എപ്പോഴും പുതുക്കും കേട്ടോ. ഭയങ്കര ഇങ്ങനെ ഒരു നിഷ്ഠ എന്ന് പറയുന്നത് നമ്മളെ അതിന് പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. എല്ലാ കൊല്ലവും 3 വർഷം അത് ഓർത്ത് പുതുക്കും. എല്ലാ കാര്യവും അങ്ങനെയാണ്, എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യും, എഴുതി വെക്കും. മറന്നു പോകും എന്നുള്ള കാര്യം ഉണ്ടല്ലോ, അതെല്ലാം എഴുതി വെക്കും. ഞങ്ങളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ വായിക്കും. അങ്ങനെ എന്തിനെ പറ്റി പറഞ്ഞാലും പുള്ളിക്കാരത്തേക്ക് ഒരു ഐഡിയ കിട്ടും. കാരണം പത്രമൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് നല്ല വിവരമായിരിക്കും അത്യാവശ്യം. അതെ, എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് അറിയാം. എന്താണ് ചുറ്റുപാട്, എന്തെങ്കിലും വേണ്ടപ്പെട്ടതുണ്ടെങ്കിൽ അത് അതെടുത്ത് മാറ്റി വെക്കുകയും ചെയ്യും, വെച്ചത് എവിടെയാണെന്ന് അറിയുകയും ചെയ്യും, ആവശ്യ നേരത്ത് അതെടുത്ത് പറയുകയും ചെയ്യും, പ്രയോഗിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അമ്മയുടെ കഴിവിന്റെ ഒരു 10% പോലും കിട്ടിയിട്ടില്ല. അതെ. അപ്പൊ നമ്മൾ പറഞ്ഞു അങ്ങനെ ഇരിക്കുവായിരുന്നു. അങ്ങനെ അമ്മ അവിടെ ജോലി ചെയ്യുമായിരുന്നു. ആ ജോലിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നാണല്ലോ അമ്മ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എംപ്ലോയ്മെന്റ് ചെയ്യുന്നത്. അമ്മയ്ക്ക് ഒരുപാട് കാർഡുകൾ, ഇങ്ങനെ ഇന്റർവ്യൂ കാർഡുകളൊക്കെ വരും, അമ്മ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ വീട്ടിൽ തൊട്ട് വാതിക്കലാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്നും കാർഡ് വരുന്നു. ജോലി എന്നാന്ന് വെച്ചാൽ ക്ലീനിങ്, അറിയാലോ, മുനിസിപ്പാലിറ്റി ജീവനം ലാസ്റ്റ് ഗ്രേഡ് ജോലിയുടെ വരുന്നു, കാർഡ് വരുന്നു. അങ്ങനെ കാർഡിലെ സെലക്ഷൻ ഒക്കെ ആയി, ജോലിയുടെ ഇതാ അങ്ങനെ അതൊരു വലിയ കഥയാണ്. അമ്മയ്ക്ക് ജോലി കിട്ടിയ കഥ നമ്മളൊരു വ്ളോഗായിട്ട് വേണമെങ്കിൽ അമ്മേനെ കൊണ്ട് തന്നെ പറയിക്കാം. അത് ഭയങ്കര വലിയ കഥയാ, വലിയൊരു സംഭവമാണ്. ഒരുപാട് പ്രതിസന്ധികളോട് ഞങ്ങൾ കടന്നു. എന്തായാലും ഇപ്പൊ അമ്മ ഗവൺമെന്റ് ജോലിയാണ് ചെയ്യുന്നത്, മുനിസിപ്പാലിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. ലാസ്റ്റ് ഗ്രേഡ് ആയിട്ടാണ് അമ്മ ജോലി ചെയ്യുന്നത്. ജോലി കയറിയിട്ട് ഇപ്പൊ ഒരു 4 വർഷമായി ജോലി കയറിയിട്ട്. അമ്മയുടെ ഒരു ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ഗവൺമെന്റ് ജോലിയിൽ കയറണം എന്നുള്ളത്. അത് ഈ പ്രായത്തിൽ ആഗ്രഹിക്കാൻ നേരത്ത് ഞങ്ങൾക്കൊക്കെ പുച്ഛമായിരുന്നു. പക്ഷേ എന്താ, കിട്ടുന്നുള്ളതിന്റെ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ അമ്മ ആഗ്രഹിച്ചു, അമ്മയ്ക്ക് ഇത് കിട്ടി. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പിന്നെയും ആഗ്രഹിച്ചു. പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചത് 3 വർഷത്തെ കോഴ്സ് ഒന്നും അല്ല കേട്ടോ, 1 ഇയർ ഡിപ്ലോമയാണ് പഠിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ എവിടെയാ പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈൻ മോഡ്, പാരീസ് ഡേ ബുട്ടിക്കിന്റെ ഡിസൈൻ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ നിർത്തി. 3 വർഷമേ അവര് റൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 3 ബാച്ചിനെ അവര് പഠിപ്പിച്ചോളൂ. 3 ബാച്ച് കഴിഞ്ഞപ്പോ തന്നെ സ്ഥാപനം അത്ര പിള്ളേരൊന്നും അധികം കിട്ടാണ്ട് അവര് നിർത്തി, കോഴ്സ് നിർത്തി. അങ്ങനായിരുന്നു. ഞാൻ അവിടെ തന്നെ പ്ലേസ്ഡായി. അവിടെ പഠിച്ച എല്ലാ പിള്ളേർക്കും അവിടെ തന്നെ പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഏജ് ഡിഫറൻസ്. എനിക്ക് വയസ്സ് 28, ഇവൾക്ക് വയസ്സ് 25. ഒരു 3.5 വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മില്. 3.5 വയസ്സിന്. പിന്നെ ബ്രദേഴ്സ് ഇല്ല. ഞങ്ങളുടെ ഫാമിലിയിലെ പെണ്ണുങ്ങളാണ് കൂടുതൽ. ഒരു 3 ആണുങ്ങളെ ഉള്ളു, പേരക്കിടാക്കളല്ലേ, ബാക്കിയൊക്കെ പെണ്ണ്. ഞാൻ ജോബ് റിസൈൻ ചെയ്യാനുണ്ടായ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവിടുത്തെ ജോലി. 1.5 വർഷത്തോളം ഞാൻ ജോലി ചെയ്തു, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. റിസൈൻ ചെയ്യാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്ന്, അതായത് ഞാൻ നല്ല മെലിഞ്ഞിട്ടായിരുന്നു, ഇപ്പോഴും മെലിഞ്ഞിട്ടാണ്, അപ്പൊ ഇതിനേക്കാൾ മെലിഞ്ഞിട്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അപ്പം ഡെയിലി പോയി വരെ പാടായതുകൊണ്ട് ഇവര് 4 കൂട്ടുകാർ കൂടി റൂം എടുത്ത് താമസിക്കുമായിരുന്നു. അവിടെ ഫുഡൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കഴിപ്പൊന്നും അങ്ങ് ശരിയാവത്തില്ല. പിന്നെ ഞാനിങ്ങനെ എല്ലാം മറന്നിങ്ങനെ ഓടി നടക്കും. അവിടെ ഇങ്ങനെ രാവിലെ 9:30 ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ 8:30 ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അത്രയും നേരം നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവിടെ 8 മണി വരെ നമ്മൾ ഇരിക്കുന്നുണ്ടെന്നുള്ള തോന്നലൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മൾ 8 മണി വരെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കണം. പിന്നെ എന്താ അവിടെ ഇരുന്നാൽ എന്താ കുഴപ്പമൊന്നുമില്ല, നല്ലായിരുന്നു അവിടെ. പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് വന്ന്. അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ ഒരു ലോങ് ലീവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. ലോങ് ലീവ് എടുത്തിട്ട് തിരിച്ച് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കയറാം എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം എൻ്റെ റൂമിലേക്ക്, ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു കോള് വരുന്നത്. നാൻസി എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് ഒരാൾ എന്നെ വിളിച്ച്. അപ്പൊ ഞാൻ എന്നെ നൈസി ഞാൻ പെട്ടെന്ന് പേടിച്ചു. ഇവര് തൃപ്പൂണിത്തറയിലായിരുന്നു ആ സമയത്ത് താമസിക്കുന്നത്. നൈസി ജേസൺ ചേട്ടനും കിയാരയും മാത്രമായിരുന്നു അപ്പൊ അവിടെ. അപ്പൊ നൈസി ഇങ്ങനെ കരഞ്ഞോണ്ട് വിളിച്ചപ്പോഴത്തേനും ഞാൻ എന്നാന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞു വന്നപ്പോഴത്തേനാണ് പറയുന്നത് അവൾക്ക് ഡിപ്രഷൻ ആണെന്ന്. അപ്പൊ അവള് ഒറ്റപ്പെട്ട്, അതായത് അവിടെ തൃപ്പൂണിത്തറയിൽ ഇവർ ഒറ്റക്കായിരുന്നല്ലോ. ജെയ്സൺ ചേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു TV പോലും ഇവരുടെ വീട്ടിലുണ്ടായിരുന്നില്ല. ഭയങ്കര വിശാലമായ ഹോളും അതിന്റെ നടുക്ക് നൈസിയും കൊച്ചും മാത്രം. അപ്പം
ഭയങ്കര ഈ കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് സമയത്ത് ഉറങ്ങുക അങ്ങനെയൊക്കെ ചെയ്തു പോകുകയാണെങ്കിൽ നമുക്ക് പകുതി ആശ്വാസമുണ്ട്. ഇവളെന്ന് പറഞ്ഞുകൊണ്ടല്ലോ രാത്രി ഉറങ്ങിയിരുന്നേ. ഇപ്പൊ പിന്നെ ഒരു ഇച്ചിരി ഭേദമുണ്ടെന്ന് വേണം പറയാൻ. ഭേദമുണ്ടെന്ന് പറയാൻ ഇച്ചിരി പേടിയാ. കാരണം ഉറങ്ങില്ല ഇവളിങ്ങനെ കളിയെന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്താലും നമ്മളെ അവളുടെ മുന്നിൽ ഇങ്ങനെ കിടന്നാണല്ലോ നമ്മുടെ മൂക്കും നമ്മുടെ മോന്തയൊക്കെ ഇടിച്ച് പരത്തിക്കളയും. അത്രയ്ക്കും കിടന്ന് കളിയാണ്. എന്നിട്ട് അവള് സമയമാകുമ്പോ അവളൊരു 3 മണി വെളുപ്പാങ്കാലമൊക്കെ ആകുമ്പോ അവള് കിടന്നങ്ങ് ഉറങ്ങും. പക്ഷെ നമ്മുടെ ഉറക്കത്തിന്റെ ഫ്ലോയേ പോകും. എനിക്കിങ്ങനെ ദേഷ്യമോ എന്താ പറയുക, ഭയങ്കര ഒരു കലിപ്പും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, ഭയങ്കര ഒരു മൈൻഡും അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു ഡിപ്രഷനും ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ ആയിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചു. അപ്പം ഭയങ്കര ഒരു വിഷമത്തിൽ വിളിച്ചപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, അവിടെ ഇനിയും കുറച്ച് നാൾ കൂടെ നിൽക്കുകയാണെങ്കിൽ നൈസി ഇപ്പം ഡിപ്രഷൻ, അതായത് ഒരു ഡിപ്രഷൻ അല്ല ഒരു വിഷമത്തിന്റെ തുടക്കത്തിലാണ്. അപ്പൊ തന്നെ നമ്മൾ അവിടെ നിന്ന് പോരാൻ പറഞ്ഞില്ല എങ്കിൽ അത് ശരിക്കും ഡിപ്രഷനിലേക്ക് പോകും. കാരണം ഞാൻ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് 1-2 ദിവസമൊക്കെ ഞാൻ ഇവരുടെ വീട്ടിൽ നിൽക്കാൻ പോയിട്ടുണ്ട്. ഒരു 6 മണിയൊക്കെ ആകാൻ നേരത്ത് വല്ലാത്തൊരു മൂകതയാണ്, ഭയങ്കര ഒരു സൈലൻസ് ഇങ്ങനെ വന്ന് നമ്മുടെ ചെവിയെ മൂടും. എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത ആളാ സൈലൻസ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ ആൾക്കാർ ചുറ്റിനും വന്ന് ബഹളം വെക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ അവിടെ പോയി നിന്നപ്പോൾ തന്നെ എനിക്ക് തന്നെ ആ ഒരു മൂകത വല്ലാത്തൊരു വിഷമം പോലെ. അപ്പം 1 വർഷത്തോളം ഇവരവിടെ താമസിച്ചു. അത് എന്റെ ആഗ്രഹത്തിനാണ് പോയത്, അത് വേറെ കാര്യം. എനിക്ക് ഇവിടെ നിന്നപ്പോ ഒരു രസം. അത് മാത്രല്ല പിന്നെ ഒരു കാര്യമുണ്ട്, ജെയ്സൺ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ട്രാവലിങ് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പുള്ളി കളി എന്ന് പറഞ്ഞാൽ കളിച്ച് ജയിക്കാന്നൊക്കെ ഭയങ്കര ഒരു ത്വരയുള്ള ആളായിരുന്നു. പുള്ളിയുടെ ട്രോഫി ഒക്കെയായിരിക്കുന്നത് ഫുള്ള് കേട്ടോ. ഒരുപാട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ടൂർണമെന്റിനും പോകും, എല്ലാത്തിനും ജയിക്കും. ആ കളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ മെയിൻ വരുമാനം. നല്ല പൈസ കിട്ടുമായിരുന്നു കളിച്ച് ഓരോ എല്ലായിടം പോകും, ബാംഗ്ലൂര് ചെന്നൈ ഒക്കെ പോയി കളിച്ചാൽ പോയിട്ടുണ്ടെങ്കിൽ ജയിച്ചിട്ട് വരുന്ന ഒരു ഇതായിരുന്നു. അങ്ങനെ പുള്ളിക്ക് പ്രാക്ടീസ് ഇല്ലാണ്ട് വന്നു. കാരണം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് കളിക്കാരന് കളിച്ച് ജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കോച്ചിങ്ങിലോട്ട് കടന്ന ശേഷം പ്രാക്ടീസ് ഇല്ലാണ്ട് വന്ന് ഈ യാത്ര, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര, പിന്നത്തെ കാര്യം പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ കിയ കിടന്ന് ഉറങ്ങുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മുറിയില്ലേ, ഞങ്ങളുടെ ഈ മുറിയിലാണ്, ഇത് ഞങ്ങളുടെ വീടിന്റെ പുറത്തെ ആയിട്ട് വരുന്ന ഒരു മുറിയാണ്. ഈ മുറിയിൽ ഞങ്ങൾ കിടന്നയച്ചത്. ഇവൾ ഉറങ്ങണ നേരം 6 മണി വെളുപ്പിന്. രാത്രി ഫുള്ള് ഞാൻ ഇങ്ങനെ ഇരിക്കുവാന്ന് ഓർക്കണം. ഈ ജനലിൽ കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പനൊക്കെ വന്ന് പല്ല് തേക്കണത് കാണാം. അത് കണ്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. 6 മണിക്ക് ഇവിടെ കിടന്നുറങ്ങും, ഞാനും കിടന്നുറങ്ങും. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ജെയ്സണൊക്കെ എണീറ്റ് പോകുമല്ലോ. പക്ഷെ ഒരു ചായ പോലും ഞാൻ ആ സമയത്ത് എടുത്ത് കുളിക്കുക ഉണ്ടാക്കിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മ ജോലിക്കും പോകുമല്ല. ഒരു 1 മണിയാകുമ്പോൾ ഇവിടെ സൈറൻ കേൾക്കും മുനിസിപ്പാലിറ്റിന്ന്. ആ നേരത്താണ് ഞാനും കിയയും കൂടി എണീക്കുന്നത്. എന്നിട്ട് ജെയ്സണ് 2:30 ഇവിടുന്ന് തൃപ്പൂണിത്തുറയ്ക്ക് പോകണം. പിന്നെ ഒരു ഓട്ടപ്രദക്ഷിണം. ആ സമയത്തൊക്കെ കൊച്ചി എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടെങ്കിൽ ഇരുന്നോളും കേട്ടോ. ഇന്നത്തെ പോലെ വലിയ ശല്യമില്ല. ഇപ്പൊ അവിടെ ഭയങ്കര ശല്യം, നമ്മളെ കൂടെ ഒന്നും ചെയ്യിക്കുകയല്ല, എവിടെയെങ്കിലും ഇരുന്നോളൂ. ആ ഇരിക്കണം നേരത്ത് ഞാൻ വേഗം ഫുഡ് ശ്രദ്ധിക്കണം. ഫുഡിന്റെ രീതിയെ ഫുള്ള് തെറ്റി അലങ്കോലായി. ഒരു 1.5 കൊല്ലം എനിക്ക് ഉറങ്ങാതിരുന്നിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം തലവേദന എന്ന് പറഞ്ഞോണ്ടല്ല, ഒരു തലവേദനയ്ക്ക് വന്നാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. അതിനിടയ്ക്ക് കൊറോണ വന്നായിരുന്നു, കോവിഡ് സമയത്ത്. കോവിഡ് വന്ന ശേഷം എനിക്ക് അലർജി, തുമ്മല്, അതെല്ലാം കൂടി. അലർജി ചുമ എന്ന് പറഞ്ഞാൽ ചുമയോട് ചുമ. പിന്നെ അലർജിയുടെ തുമ്മലെന്ന് പറഞ്ഞാൽ തുമ്മലൊക്കെ അലർജിയൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര ഓവറായി എല്ലാ എക്സ്ട്രീം ലെവലിൽ നിന്ന് രോഗത്തിന്റെ അവസ്ഥ, കുഞ്ഞുറങ്ങാത്ത അവസ്ഥ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള അവസ്ഥ. അങ്ങനെ പല പല കാര്യങ്ങളെല്ലാം കൂടി എനിക്ക് ഭ്രാന്തായി. അതാണ് കഥ. അങ്ങനെ ഇതപ്പാണ് എനിക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തൃപ്പൂണിത്തുറയ്ക്ക് പോയത്. ജെയ്സനും തൊട്ടടുത്ത് പ്രാക്ടീസ് ചെയ്യാമല്ലോ, തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ കോട്ടൊക്കെ. അപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ നല്ല രീതിയിൽ പോകാന്നൊക്കെ കരുതിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇതിലും കഷ്ടം. അവിടെ ഒറ്റയ്ക്കും കൂടി ആയപ്പോ എനിക്ക് പിന്നെയും ഭ്രാന്തായി. പിന്നെ അവിടെ ചെന്നപ്പോ സംഭവിച്ചേക്കുന്ന നല്ലൊരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു കാരണമായി. കാരണം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെപ്പറ്റി ചിന്തിക്കില്ല. കാരണം ചെയ്ത് തീർക്കാൻ മാത്രമുള്ള പണി ഇവിടെ ഉണ്ട്. ഉച്ചയ്ക്ക് ആ 1 മണിക്ക് എണീക്കുന്ന ഞാൻ പിന്നെ വേഗം ഓടി പിടിച്ച് വേഗം ഭക്ഷണം ഉണ്ടാക്കി വല്ല മീനൊക്കെ വെട്ടി തുറക്കണം. ആ നേരത്തായിരിക്കും അമ്മയുടെ ജോലി കഴിയുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. അമ്മ വരാൻ നേരം അമ്മ ജോലിക്ക് പോയിട്ടും കൂടി വന്നായില്ലേ. അപ്പൊ അമ്മേനെ ഡിസ്റ്റർബ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഞാൻ വേഗം കറികൾ വെക്കും. അങ്ങനെ ഉച്ചയ്ക്ക് ചോറും കൊടുത്ത് ഈ പുള്ളിനെ വിടും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ദിവസം പല്ലുതേപ്പ് മുതൽ സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ ഭക്ഷണവും രാത്രിയിലൊന്നും ഉറങ്ങാണ്ടിരുന്ന ഒന്നും കഴിക്കാണ്ടൊക്കെ ഇരിക്കുന്നതല്ലേ. 10-12 മണി വരെയൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്നു വന്നാലും നമ്മുടെ എല്ലാം തെറ്റിക്കിടക്കണമല്ലോ. തെറ്റിക്കിടന്നൊരു അങ്ങനെ നൈസി എന്നെ വിളിക്കുവാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ലീവ് എടുത്തിട്ട് തിരിച്ചു പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ അങ്ങനെ ലോങ് ലീവിന് പറയാ എന്നുള്ളൊരു രീതിയിൽ ഞാൻ ഇരിക്കുന്ന സമയത്താണ് നൈസി എന്നെ വിളിക്കുന്നത്. നൈസി എന്നെ വിളിച്ച് ഇത് പറഞ്ഞപ്പോഴത്തേനും
നാൻസി എനിക്ക് വിഷമം വരുന്നു, എനിക്ക് ഡിപ്രഷൻ ആവുന്നു, എനിക്ക് വെറുതെ കരയാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിക്കണത്. അതും കൂടി കേട്ടപ്പം എനിക്ക് മനസ്സിലായി ഇനി അവിടെ നിർത്തരുതെന്ന് മനസ്സിലായിട്ട് ഞാൻ ഉടനെ തന്നെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ നൈസിക്ക് വിഷമമാണ്, ഡിപ്രഷൻ ആണെന്നാ പറയണത്, എന്താ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവര് കറക്റ്റ് 1 വർഷം ഫുൾ കംപ്ലീറ്റ് ആവാൻ വേണ്ടി നിൽക്കുന്ന സമയം. അപ്പൊ തന്നെ ഞാൻ അമ്മയായിട്ട് ഞാനും നൈസിനെ കോൺഫറൻസ് ഇട്ട്, ഞങ്ങൾ 3 പേരും കൂടെ കോൺഫറൻസ് ഇട്ട് വിളിച്ചിട്ട് ഞാനും അമ്മയും കൂടി പറഞ്ഞു, നിർത്തിക്കോ തൃപ്പൂണിത്തറയിലുള്ള താമസം, ഇനി അത് റിന്യൂ ചെയ്യണ്ട, നിങ്ങളുടെ കരാർ എന്തോ ബോണ്ടൊക്കെ എഴുതുമല്ലോ, അതെല്ലാം പിൻവലിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോര്. വീട്ടിലപ്പോ അമ്മയും അപ്പൻ്റെ ചേട്ടനും മാത്രമേ ഉള്ളൂ, ഇവിടെ റൂമെല്ലാം ഒഴിഞ്ഞു കിടക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിനി അവിടെ നിൽക്കണ്ട, ഞാനും വരാം റിസൈൻ ഇട്ടിട്ട്, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് എന്ത് വേണമെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അതായത് ഇവർക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഡിപ്രഷൻ. എനിക്ക് ഉറപ്പാണ് നൈസ് ഒറ്റക്ക് നിന്നാൽ നൈസ് ഒന്നും ചെയ്യത്തില്ല എന്നുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു ബോണ്ടാണ് നമ്മൾ തമ്മിൽ. അപ്പം നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലും, ഒറ്റക്ക് നിൽക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും അച്ചീവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. അപ്പം നൈസിനെ ഒറ്റക്ക് വിട്ടാൽ നൈസി എന്തായാലും ഒന്നും ചെയ്യത്തില്ല. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും ജീവിക്കും, എനിക്കത് ഉറപ്പാ, എങ്ങനെയെങ്കിലും ജീവിക്കും. പക്ഷെ നൈസിനെ ഒറ്റക്ക് വിട്ടാൽ നൈസി ഒന്നും ചെയ്യത്തില്ല. അപ്പം ഞാൻ ഉറപ്പിച്ചു, ഞാൻ റിസൈൻ ഇടാന്നുള്ള തീരുമാനം അന്ന് ഞാൻ എടുത്തു. അങ്ങനെ ഞാൻ പിന്നെ ഉടനെ തന്നെ റിസൈൻ ഇട്ടു. അതേ മാസം ഞാൻ റിസൈൻ ഇടുന്നത് നവംബറിലാണ്. നവംബറിൽ ഞാൻ റിസൈൻ ഇട്ട്, നവംബർ ലാസ്റ്റ് ഞാൻ റിസൈൻ ഇട്ട് വന്ന് അതേ മാസം തന്നെ ഇവരും അവിടെ നിന്ന് താമസം മാറി. ഡിസംബർ 1 മുതൽ ഞങ്ങൾ 2 ആളും പിന്നെയും ഒരുമിച്ചു, പണ്ടത്തെ പോലെ. കല്യാണത്തിന് ശേഷം പിന്നെയും ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഞങ്ങളെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എങ്ങനെ എന്താണെന്നൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല. പക്ഷെ ഒരു ഐഡിയ ഒരുപാട് ഇങ്ങനെ ആൾക്കാർ ചെയ്ത് കാണുന്നുണ്ടല്ലോ, അല്ലേടി? ഞാൻ മറ്റേ കൊച്ചിന്റെ കാര്യം പറയണ്ടേ, ഇവിടെ അമ്മൂസ് കൊച്ചുപോളെന്ന് പറഞ്ഞ് നിങ്ങളൊരു ചാനലൊക്കെ കാണുന്നില്ലേ? അവരൊക്കെ ഒറ്റയ്ക്ക് തന്നെ, അത് മാത്രമല്ല ഇറ്റ്സ് മീ വിജിത, അവരൊക്കെ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഇൻസ്പിറേഷൻ ആക്കി എടുത്തിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ വന്നത് മറ്റേ കൊച്ചാ, കൃഷ്ണപ്രിയ, എന്തോ 24x7 അങ്ങനെ എന്തോ ഒരു ചാനൽ. ആ കൊച്ചാണ് എനിക്ക് ഭയങ്കര അവര് ചെയ്യുന്ന ഒറ്റയ്ക്ക് നിന്നോണ്ടല്ലേ. ആ കൊച്ചാണെങ്കിൽ ഒറ്റ മോളാണ്, ബാക്കിയുള്ള ഇറ്റ്സ് മീ വിജിതൊക്കെ തന്നെ ഒറ്റയ്ക്ക് നിന്നോണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവള് ഒറ്റയ്ക്കാണെങ്കിൽ ഇവളൊന്നും ചെയ്യില്ല, കാരണം ഇവൾക്ക് ഇങ്ങനെ മോട്ടിവേഷൻ കൊടുത്തോണ്ടേ ഇരിക്കണം. ഞാനിങ്ങനെ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ജോലിയെ ചെയ്യുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും ഒരാളെ കീഴിൽ ജോലിയെ ചെയ്യുള്ളൂ. ഞാൻ റിസൈൻ ഇടുന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കത്തില്ലായിരുന്നു, കാരണം അത്ര ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു അവിടെ. ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഞാൻ ഡ്രീം ചെയ്ത് നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് ഞാൻ റിസൈൻ ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജോലിക്ക് കയറി. ഞാൻ അതായത് അൻസാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഡിസൈനർ ആയിട്ട് ഞാൻ നിൽക്കുന്ന സമയത്താണ്, ഇൻഡിപെൻഡന്റ് ഡിസൈനർ ആകാൻ പോകുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ റിസൈൻ ഇട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉള്ള ഒരു ടൈമായിരുന്നു. അവിടെയാണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കുഴപ്പമില്ലാണ്ട് നമ്മുടെ ലെഹങ്കയൊക്കെ സെയിലാവുന്നൊക്കെ കണ്ട് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഓരോ സാധനം ഇങ്ങനെ ചെയ്യുമ്പോ ഞാൻ പറയുന്നത് എടി കൊള്ളത്തില്ലടി, ഇവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അത് ടെൻഷനുണ്ട്, എല്ലാം സുഖമാണ് അവിടെ എന്നുണ്ടെങ്കിലും ഈ ഇത്രയും വിലയുള്ള ഐറ്റംസ് ഇട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിലാണ് അത് ഇറക്കുന്നതെന്ന് വെച്ചാൽ അത് സെയിലാവണം, അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ ഇത്രയും വിലയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ചെയ്യുക എന്നൊരാൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നേ. എനിക്ക് ഭയങ്കര ഫസ്റ്റ് ലെഹങ്ക, എന്റെ ആദ്യത്തെ ലെഹങ്ക ഭയങ്കര പേടിയായിരുന്നു. ഫസ്റ്റ് ലെഹങ്കയ്ക്ക് റേറ്റ് എത്രയാ, 74,000 രൂപ ഏതാണ്ടായിരുന്നു എന്റെ ഏറ്റവും ആദ്യത്തെ ലെഹങ്കയുടെ വില. അപ്പൊ അത് കാണുമ്പോ തന്നെ ആ ലെഹങ്ക എടുത്ത് പൊക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. അത് കാണുമ്പോ തന്നെ നമ്മൾക്ക് അറിയില്ലല്ലോ, കാരണം ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്റെ ജോലി ചെയ്തിട്ട്. അപ്പം 74,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചത് ഭയങ്കര വലിയ തുകയാണ്. അത് വിറ്റ് പോയില്ലെങ്കിൽ എന്റെ തലയിൽ ഇരിക്കണമെന്ന ഭാരമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ആ ലെഹങ്കയല്ല, രണ്ടാമത് ഡിസൈൻ ചെയ്ത ഒരു 40-45 ആ ഒരു റേഞ്ച് വരുന്ന ഒരു ലെഹങ്ക ഫസ്റ്റ് ഡേ തന്നെ, അതായത് ആ ഷോപ്പിന്റെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഡേ തന്നെ അത് സെയിലായി പോയി. അത് സെയിലായത് മാത്രല്ല അതിന്റെ ഒരു 3-4 ഇതുപോലെ പിന്നെയും ചെയ്തിട്ടിട്ട് ഒരു 3-4 എണ്ണം അത് തന്നെ സെയിലായി പോയി. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പിന്നെ വേറൊരു അനാർക്കലി,
അതെന്തോ അത് നല്ല റേറ്റ് ഉള്ള സംഭവമൊക്കെ അങ്ങനെ സെയിലായി പോയി. ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ റിസൈൻ, അതിന്റെ ഒരു നല്ല കാലഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ റിസൈൻ ഇട്ട് അവിടുന്ന് പോകുന്നത്. നാൻസിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ, വേണോ വേണോ എന്നുള്ള എനിക്ക് ഭയങ്കര ഞാനാണ് പറഞ്ഞത് നാൻസി വേണ്ട, ആരുടെയും കീഴിലായി പോകരുത്, നമുക്ക് തന്നെ ചെയ്യണം, മറ്റതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടും കുറച്ച് നാളത്തേക്ക് ആ ഒരു ഞാനിങ്ങനെ ശമ്പളം ഇല്ലാത്ത അവസ്ഥ, അത് ശമ്പളം കിട്ടുന്നവർക്കേ മനസ്സിലാവും. അത് ഭയങ്കര ഒരു അവസ്ഥയാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്കൊന്നും ഞാൻ കൊടുക്കാറില്ലായിരുന്നു. എന്റെ സാലറി എനിക്ക് വേണമായിരുന്നു. അത് ശരിയാട്ടാ, ഇവിടെ വീട്ടിലോട്ട് കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടന്നു പോകും. ഈ എറണാകുളത്ത് താമസം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടല്ലോ, നമ്മള് പൈസ ഏത് വഴിക്കാ പൊട്ടുന്ന ഒരു പിടിയില്ലാത്ത താമസമാണ്. എങ്ങനെ കളിച്ച ഒരു 2 ദിവസം കൂടുമ്പോ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ സേവിങ്സ് മുഴുവൻ അവിടെ പോകും. ഞങ്ങള് തൃപ്പൂണിത്തുറ താമസ സമയത്തുണ്ടല്ലോ, ഈശ്വര, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടുന്ന് വൈക്കത്തുനിന്ന് തൃപ്പൂണിത്തുറ വരെയുള്ള ജയ്സല്ല പെട്രോൾ കാശ് ലാഭിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വാടകയ്ക്ക് പോയത്. 10,000 രൂപയായിരുന്നു അവിടുത്തെ വീടിന് വാടക. 10,000 രൂപയല്ലേ ആവുള്ളൂ, നമുക്ക് വീട്ടിൽ വെച്ചുണ്ടാക്കി തിന്നാം എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടേ വീട്ടിലേക്കാളും കൂടുതൽ ഹോട്ടലിലെ തീറ്റയായിരുന്നു. പിന്നെ ഞാൻ വൈറ്റില മുതൽ ഇടപ്പള്ളി വരെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ റെസ്റ്റോറൻറ്റിൽ നിന്ന് കയറി ഫുഡ് വാങ്ങി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുറത്തെ ഭക്ഷണങ്ങൾ, ഇങ്ങനെ വെറൈറ്റി ട്രൈ ചെയ്യാനല്ല, പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം കുഴിമന്തിയാണ്. പക്ഷെ ഞാൻ ഈ യൂട്യൂബിലൊക്കെ ഓരോന്ന് കണ്ടിട്ട് ഓരോ വെറൈറ്റി ഫുഡ് എവിടെ കിട്ടണമെന്നൊക്കെ അന്വേഷിച്ചു. പിന്നെ ഇവള് പറയും ആ ഹോട്ടലിൽ നിന്ന് അത് തിന്നും. എങ്ങനെയാ ഞങ്ങൾ അവിടെ ഇങ്ങനെ പ്ലാനിങ്ങാ, ഇപ്പൊ എങ്ങോട്ട് പോകാം, ഏറ്റവും കൂടുതൽ തുള്ളി നിൽക്കണാണ് ഞാനാണെങ്കിൽ ഫുഡൊന്നും കഴിക്കത്തുമില്ല. നിറഞ്ഞിരിക്കണ കാണും. അപ്പൊ ഞങ്ങളുടെ റൂമിലെ ചേച്ചിയുണ്ട്, ദീപ്തി ചേച്ചി. ചേച്ചിനെ ഇളക്കലാണ് എന്റെ പരിപാടി. ചേച്ചി നമുക്ക് ഇന്ന് അവിടെ പോയ ചേച്ചി, നമുക്ക് ഇവിടെ പോയ ചേച്ചി. ആ ചേച്ചി വിളിക്കുമ്പോൾ ഫസ്റ്റ് റെഡി ആയിട്ട് നിൽക്കുന്ന ആള് ഞാനാ. പോകാം എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും റെഡിയാ. പിന്നെ ഇറങ്ങുന്ന സിനിമ എല്ലാം കാണുമായിരുന്നു. എന്റെ ലൈഫിലെ തന്നെ ഏറ്റവും നല്ല കാലഘട്ടമാണ് ഞാൻ ജോലിക്ക് പോയത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങുമോ, എന്തോ നിങ്ങൾ ബിസിനസ് തുടങ്ങുക, എന്ത് വേണേലും ചെയ്തോ. പക്ഷെ എന്നാലും നമ്മുടെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വർഷമെങ്കിലും ഒന്ന് ജോലിക്ക് പോകണം. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എല്ലാ തരത്തിൽ നിന്നും. അതായത് നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. കാരണം നമ്മൾ ഭയങ്കര റോയ് ആയിരിക്കും. ഞാൻ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയപ്പോഴും ഞാൻ ഭയങ്കര റോയ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം എനിക്ക് പുറത്തുള്ള ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അറിയത്തില്ല, മുതിർന്നവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അറിയത്തില്ല. ചോദിച്ചാ എപ്പ ചോദിച്ചു എന്താ ചോദിച്ചേ അങ്ങനെയാ, അവളത് ശ്രദ്ധിക്കത്തില്ല. ഇതൊന്നും അല്ലാണ്ട് എനിക്ക് ക്രൗഡിനെ ഭയങ്കര പേടിയാണ്. എനിക്കിങ്ങനെ കല്യാണങ്ങളെയൊക്കെ പോകാനായിട്ട് അത് ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കല്യാണങ്ങളിൽ പോകാൻ പേടിയാണ്. എന്തിനേറെ പറയുന്നു, ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത റിലേറ്റീവിന്റെ വീട്ടിൽ പോകാൻ പോലും എനിക്ക് മടിയല്ല, എനിക്ക് അവരെ എങ്ങനെയാ മിണ്ടണ്ടേ, കാണുമ്പോ ചിരിക്കണോ, പിന്നെ എനിക്ക് അറിയുന്ന ആൾ ഓപ്പോസിറ്റ് വന്ന ഭയങ്കര ടെൻഷനാ. എപ്പോഴാ നോക്കണ്ടേ, ഞാൻ എത്രയോ തവണ ഇങ്ങനെ ആൾക്കാരെ അതായത് കള്ളനോട്ടം നോക്കും. അതായത് എനിക്ക് അവര് നോക്കുന്നുണ്ടോ, ചിരിക്കണോ എന്നോർത്തിട്ട് ഞാൻ ഇങ്ങനെ അത് മിക്കവാറും കള്ളത്തരമായി പോയി. എന്നിട്ട് അവസാനം പിടിക്കപ്പെടും. അങ്ങനെയൊക്കെ ഞാൻ ഒരു വായി നോക്കി കിടന്ന നാട്ടുകാർക്ക് വേണം തോന്നിക്കാണും. അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ശരിക്കും ഒരു വായി നോക്കിയാണെന്ന് നാട്ടുകാർക്ക് തോന്നും. അങ്ങനെ എനിക്ക് പേടിയാണ്, ആൾക്ക് സമൂഹത്തെ ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് നല്ല പേടിയാണ്. എനിക്ക് അതൊക്കെ എനിക്കൊരു പരിധി വരെയും കുറേ മാറി ഞാൻ അവിടെ പോയതിനു ശേഷം. അതൊക്കെ എൻ്റെ ഒരു പ്രശ്നം. ഞാൻ ഓർക്കും, ഞാൻ എന്തിനും ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ടിരുന്നത്. ഓപ്പോസിറ്റ് ആള് വരുമ്പോ ഇവിടെ പേടി തുടങ്ങും. അയ്യോ വരുന്നുണ്ടല്ലോ, ദൈവമേ നിൽക്കണ മോളാ, ഇനി കാണണ്ടേ, തിരിഞ്ഞു ഓടിയാലോ. വെറുതെ അവര് നോക്കിയൊന്ന് ചിരിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെയൊക്കെ അങ്ങനെ. അപ്പൊ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നല്ലതാണ് കുറച്ച് ആൾക്കാരുമായിട്ടൊന്ന്. എനിക്ക് ആ പ്രശ്നമില്ല കേട്ടോ, ഞാൻ ആരെ കണ്ടാലും മിണ്ടും. എന്നോടും കൂടി മിണ്ടുള്ളൂ, എന്നാലേ മിണ്ടുള്ളൂ. അങ്ങനെ എനിക്ക് ഇപ്പോഴും മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഈ പ്രശ്നങ്ങൾ ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിനൊക്കെ ഒരു ആഴം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോഴും എനിക്ക് പ്രശ്നമൊക്കെ ഉണ്ട്. ഞാൻ ഇൻട്രോവേർട്ടാണ്, നല്ല ഇൻട്രോവേർട്ടാണ്. പക്ഷെ വാ തുറന്ന കുറെ മിണ്ടും തോന്നുന്നു, കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ്. അപ്പൊ നമ്മുടെ പ്രസക്തമായ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കാനുണ്ടെങ്കിൽ
ഒന്നും ഇല്ലേ മറ്റൊരു സന്ദർഭത്തിലാണ് സ്റ്റിച്ചിങ് പഠിച്ച കഥയും അതിന് ഞങ്ങൾ പോയ കഥയും അതൊക്കെ പിന്നെ പറയാക്കട്ടെ വേറൊരു വീഡിയോ ഇടാം. ഭയങ്കര രസമാണ്. അപ്പൊ ബൈ, അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.